മരിച്ചാല് ആ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് ഖുർആൻ ഓതുന്നത് കാണാം. മാധവേട്ടൻ വന്ന് ഇങ്ങനെ പോകുമ്പോ ഉസ്താദ്മാരിരുന്ന് ഖുർആൻ ഓതുന്നു, അപ്പുറത്ത് വല്യമ്മ ഇരുന്ന് ഖുർആൻ ഓതുന്നു. നമ്മൾ ചോദിക്കും, ഇത് എന്തെങ്കിലും ഈ ഓതുന്നത്, എന്താ ഈ പാരായണം ചെയ്യുന്നത്? സൂറത്ത് യാസീൻ. ആ യാസീനിൽ അള്ളാഹ് പറയുന്നത് എന്താ അറിയോ? ലിയുൻദിറ മൻ കാന ഹയ്യ. ഇത് മരിച്ചിടത്തല്ല ഓതണ്ടേ, ജീവിച്ചിരിക്കുമ്പോൾ ഓതി കൊടുക്കേണ്ടതാണ്. ഏത്? സൂറത്ത് യാസീനിൽ ഖുർആനിലെ 36-ാം അധ്യായത്തിൽ. എനിക്ക് അത്ഭുതമാണ് റബ്ബേ, ഈ കൗമിനെ എത്ര നേരത്തെ ട്രീറ്റ് ചെയ്ത് പടച്ചോനെ. മരിച്ചെടുത്ത് യാസീൻ അള്ളാഹ് പറയണം, എടോ ഇത് മരിച്ചെടുത്ത് ഓതാനുള്ളല്ലോ, ഇത് ജീവിച്ചിരിക്കുമ്പോ ആ മനുഷ്യൻ ഓതിക്കൊടുക്ക്. എന്നിട്ട് ഖുർആൻ ഒന്നുകൂടി പറഞ്ഞത്, സത്യനിഷേധികൾക്ക് ഞാൻ ചോദിക്കുന്ന, ഒരുത്തർ സത്യനിഷേധിയായി മരിച്ചു, ഓന്റെ മുമ്പിലാണ് ഈ ഖുർആന്റെ വചനം അവസാനിക്കുന്നത് എങ്ങനെ? സത്യത്തെ നിഷേധിക്കുന്നവന് താക്കീതുമാണ്. മരിച്ചതിന് ശേഷമാണ് ഒരുത്തന് താക്കീത് കൊടുക്കേണ്ടത്. കഞ്ചാവ് അടിക്കരുതെന്ന് മരിച്ചെടുക്കുന്നോട് പറയാ. അല്ലടോ, തലച്ചോറ് പെരിച്ചായി തിന്നാൽ പിന്നെ എന്ത് ചെയ്യും? ഞാൻ കടുപ്പിച്ച് പറയുന്ന ആളാട്ടോ, അതിനൊന്നും ബേജാറുണ്ട്. അതിൽ കയമ്പുണ്ടാവും. ഈ വർത്താനത്തിനല്ലാണ്ട് മനുഷ്യനെ നന്നാക്കാൻ കഴിയില്ല. സോപ്പിട്ട് പോയാൽ നിങ്ങൾ നന്നാവില്ല. ഇത് ബൈപ്പാസ് സർജറിയാണ്, ആത്മീയ സർജറി. മനസ്സിലായോ? ഞാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. കല്ലാച്ചിയിൽ ഒരു ഹമീദ് ഉണ്ട്, അത് കേട്ടിട്ടുണ്ടോ? 5 ആളുകളെ കൊന്നേ, സ്വന്തം ഉമ്മാനടക്കം അമ്മിക്കുട്ടി കൊണ്ട് ഒരു വീട്ടിൽ 5 പേരെ കൊന്നേ. പിന്നീട് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളെ വെഞ്ഞാറമൂടിലെ ഈ 5ഉം 6ഉം ഒക്കെ കൊലപാതകം. ആദ്യം നടന്നത് കല്ലാച്ചിയില. ഹമീദ്. എന്നിട്ട് ഈ ഹമീദ് ഉമ്മാനെ കൊന്നിട്ട് ആ ഉമ്മാന്റെ കവറും പുറത്ത് ഖുർആൻ ഖത്ത് ഓതുക. ഉമ്മാന്റെ കവറും പുറത്ത് ഖുർആൻ ഖത്തം ഓതുക. എന്താ ഓതുന്നത്? വഖലാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുൽ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഞാൻ ഈ മുസ്ലിം ഉമ്മത്തിനെ കുറിച്ചോർത്ത് ചങ്കുപൊട്ടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വേദന കൂടുതലുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ സ്ട്രോങ്ങും കൂടുതലുള്ള ഒരാളാണ്. ഞാൻ അത്രമേൽ മനുഷ്യകുലത്തിന്റെ തെറ്റായ നടപടികളെ കുറിച്ച് ഉറങ്ങാതെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഞങ്ങളോട് പറയണ ഈ ഖുർആന്റെ വചനം എന്താ അറിയോ? ഉമ്മാനോടും ഉപ്പാനോടും എന്ന വാക്ക് പറയരുതേ. ഹമീദ് എന്താ ചെയ്തത്? അമ്മിക്കുട്ടിയോട് അടിച്ചെടുക്കൊന്നു എന്ന് പറയരുത് എന്നായിരുന്നു ഹമീദിനോട് അള്ളാഹ് പറഞ്ഞു. പക്ഷെ ഹമീദ് എന്താ ചെയ്തത്? ഞാൻ അമ്മിക്കുട്ടിയോട് തലക്കൊരൊറ്റടി, തലച്ചോറ് പൊളന്നിട്ടാണ് ഉമ്മ മരിച്ചത്. എന്നിട്ട് ആ ഉമ്മാന്റെ കബറും പുറത്ത് ഇരുന്നിട്ട് ഓൻ ഓത് എന്ത്? ഉമ്മാനോട് ചേന്ന് പറയല്ലേ. ഉമ്മാനെ തച്ചൊന്ന് കബറടക്കിയതിനു ശേഷം ഇനി ഞാൻ കുറ്റപ്പെടുത്തുന്ന അറിയോ? ആ കമറുലമ, സംശുലമ, മറ്റേ ഉലമ, മറച്ചേ ഉലമ എന്നിട്ട് ഒരു വിവരവും ഇല്ലാത്തവനെ കൊണ്ടിരിക്കില്ലേ ഓലെ. ഈ സമുദായം ഇന്ന് ചെയ്യുന്ന സകല തോന്നിയാസത്തിന്റെയും അടിസ്ഥാനം ഉസ്താദുമാരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ലോകത്ത് വേറെ ആർക്കും മനുഷ്യന്റെ തമാടിത്തത്തിൽ പങ്കില്ല, ഉസ്താദുമാർക്കല്ലാതെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദ് നിന്ന് പഠിപ്പിച്ചാൽ? അല്ല, ഉസ്താദ് ദീന് പഠിപ്പിച്ചില്ല. ഉസ്താദിന് ജീവിക്കാൻ വേണ്ടിയുള്ളത് മാത്രം പഠിപ്പിച്ചു കൊടുത്തു. ഉസ്താദിന്റെ പോക്കറ്റ് നിറയണം, ഉസ്താദിന് ധന്യമായി ജീവിക്കണം. അത് കാസർഗോഡ് നിന്ന് പുറപ്പെടുമ്പോ 2 കോടിന്റെ കാറ്, അത് കണ്ണൂർ ജില്ലയിലേക്ക് കിടക്കുമ്പോൾ 4 കോടിന്റെ കിട്ടിയ 4 കോടിന്റെ, അത് അടുത്ത ജില്ലയിലേക്ക് കിടക്കണ 8 കോടിന്റെ കിട്ടിയ 8 കോടിന്റെ, 800 കോടിന്റെ കിട്ടിയാൽ അതിലും കേറൂല എന്ന് പറയില്ല. ഇത്ര ആർഭാടം വേണ്ട. എത്രയോ ദരിദ്രനായി ജീവിച്ച നബീൻ അനുയായി ഞാൻ ജീവിതത്തിൽ പറയില്ല. ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത് കേട്ടോ. എനിക്കറിയാം, ഞാനൊക്കെ വലിയ പ്രതിസന്ധി നേരിടുന്ന ആളാ. പ്രബോധന രംഗത്ത് തല്ല് കിട്ടിയ ആളാ, വടിവാള് കൊണ്ട് വീശൽ കിട്ടിയ ആളാ. എന്റെ ഒക്കെ വീട് വളഞ്ഞിട്ട് ഞാൻ പ്രസംഗിക്കുന്ന സ്റ്റേജടക്കം കത്തിച്ചു കളഞ്ഞിട്ടുണ്ട് മുസ്ലിം ഉമ്മത്ത്. എന്തിന്റെ പേരെന്നറിയോ? തോന്നിയാസത്തിനെ പച്ചക്ക് എതിർത്തതിന്റെ പേര്. ഈ നാട്ടിലെ ജനങ്ങളോട് ഞാൻ പറയാണ്, എത്ര കാലമായി നമ്മൾ ഈ ചൂഷണത്തിന് വിധേയമാകുന്നു? ഇനി നിങ്ങൾ ആലോചിച്ചു, ഒരു കച്ചവടം നടത്തിയ ഒരാൾ ഒരു ബിസിനസ് തുടങ്ങി ഞങ്ങളുടെ നാട്ടിൽ. ഇവിടെ ഒരു പുതിയ ഷോപ്പ്. അപ്പൊ ഉസ്താദിനെ വിളിച്ചു, ആ ഷോപ്പ് ഉദ്ഘാടനത്തിന് ഉസ്താദിനെ കൊണ്ടു. അങ്ങനെ കച്ചവടമൊക്കെ തുടങ്ങി. 2-3 കൊല്ലം കഴിഞ്ഞ് പെട്ടെന്ന് അയാൾ അറ്റാക്ക് വന്ന് മരിച്ചു. അപ്പൊ അയാളെ കബറും പുറത്ത് ഉസ്താദ് ഇരുന്നിട്ട് ഖുർആൻ ഓതുകയാണ്. എന്താ ഓതുന്നത്? വൈലുല്ലിൽ മുത്തഫിഫീന അല്ലദീന ഇദഖ്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും അവ്സനൂഹും യുഖ്സിറൂൻ ഉലൈക. നോക്കൂ, നിങ്ങൾ ചിന്തിക്കണം. ഏത്? ഖുർആനിലെ 83-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചന. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ഇതിന്റെ അർത്ഥം എന്താ അറിയോ? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവന് നാശം. സത്യത്തിൽ ഈ കച്ചവടം തുടങ്ങിയതും ഉസ്താദ് ഉദ്ഘാടിച്ച കച്ചവട. ആ കച്ചവടത്തിൽ കൃത്രിമവും കള്ളത്തരവും അല്ലാതെ ഒന്നും അയാൾ ചെയ്തിട്ടില്ല. വഞ്ചനയും ചതിയും ചെയ്ത് കോടികൾ ഉണ്ടാക്കി.
എന്നിട്ട് ഇയാൾ കിടക്കണ കബറിന്റെ അടുത്ത് പോയിട്ട് ഉസ്താദ് ദൂതാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ആ കബറിൽ കിടക്കുന്ന കച്ചവടക്കാരനില്ലേ, അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഉസ്താദിന്റെ നെഞ്ഞും കൂടി ചവിട്ടി പൊളിച്ചിടായിരുന്നു. കാരണം എന്താ, ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ഈ ആയത്ത് ഓതി കൊടുത്തിരുന്നെങ്കിൽ ഓൻ ഈ കള്ളത്തരം കാണിക്കൂലായിരുന്നു. അപ്പൊ അതെപ്പോ ഓതി കൊടുക്കണം? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, ജീവിക്കുന്ന കാലത്ത് മനുഷ്യരെ പഠിപ്പിച്ചു കൊടുക്കുക ചെയ്യുക, മരിച്ചതിന് ശേഷമല്ല. എല്ലാ തോന്നിയാസവും കാണിച്ചൊരു പെണ്ണ് മരിച്ച് ഓളെ കബറെടുത്ത് ചെന്നിട്ടാണ് കാനിത്താത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ് എന്ന 4-ാം അധ്യായത്തിലെ 34-ാമത്തെ ആയത്ത് തോന്നുന്നെങ്കിൽ ഒക്കെ ജീവനുണ്ട് ഉസ്താദിന്റെ നെഞ്ഞത്ത് ചവിട്ടും. കാരണം എന്താ, ജീവിതകാലത്ത് അവരുടെ അടക്കമുണ്ടാകണം പെണ്ണെ, ഭർത്താവിനെ വഞ്ചിക്കരുത് പെണ്ണെ, പടച്ചോനെ മാത്രം പേടിക്കണം പെണ്ണെ എന്ന്. കാമുകന്റെ കൂടെ പോയി ആക്സിഡന്റിൽ മരിച്ചതാ, എന്നിട്ട് ഓളെ കബറും പുറത്ത് ഓതി കൊടുക്കുകയാണ് എന്ത്, ഭർത്താവിനെ പറ്റിക്കുന്ന പെണ്ണാകരുത്. നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? മനുഷ്യരെ ശരിക്കും ആലോചിച്ചു, എവിടെയാണ് നമ്മുടെ ഉമ്മത്തിന്? നിങ്ങൾക്കറിയോ ഖുർആൻ പറയുന്ന ഒരു കാര്യം, പ്രവാചക തിരുമേനി വരുന്ന കാലത്ത് മക്കയിലെ മുശ്രിക്കുകൾക്ക് ഏറ്റവും വെറുപ്പ് ഖുർആനോടായിരുന്നു. കേരളത്തിലെ സമസ്തക്ക് ഏറ്റവും വെറുപ്പ് ഖുർആനോടാണെന്ന് ഞാൻ പറഞ്ഞാൽ ഇരു സമസ്തക്കും ഏറ്റവും വെറുപ്പ് ഖുർആൻ എടുക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞ അങ്ങനെ വിശ്വസിക്കുമോ? ഞാൻ പറയുമ്പോൾ വെറുതെ വർത്താനം പറയില്ല, തെളിവ് പറയില്ല. തഖ്ദീറുൽ ഇഖ്വാൻ ഒരു പുസ്തകത്തിന്റെ പേരാ പറയുന്നത്. തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ. ഖുർആൻ പരിഭാഷപ്പെടുത്തി ജനങ്ങളെ പഠിപ്പിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടുക്കുന്ന ഗ്രന്ഥം. ജൂതൻ എഴുതിയതല്ല, ക്രിസ്ത്യാനി എഴുതിയതല്ല, യുക്തിവാദി എഴുതിയതല്ല. EK ഹസൻ മുസ്ലിയാർ എന്ന് പറയുന്ന തലപ്പാവ് കെട്ടിയ ഉസ്താദ് എഴുതിയ പുസ്തകത്തിന്റെ പേരാണെന്ത്? പൊതുജനങ്ങളെ ഖുർആൻ അർത്ഥം പഠിക്കുന്നതിൽ നിന്ന് തടുക്കുക. നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ പോയി, ഉദാഹരണമാട്ടോ, നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ പോയി നിങ്ങളുടെ അസുഖം പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ ഗുളിക വാങ്ങി. നിങ്ങളൊരു അസുഖവും പറയാതെ അവിടെ ചെന്ന് എനിക്ക് അസുഖം ഉണ്ട് ഗുളിക കെട്ടടിക്കുന്നു പറഞ്ഞാൽ മെഡിക്കൽ ഷോപ്പിൽ എന്താ ചോദിക്കുക, നിങ്ങൾക്ക് എന്ത് അസുഖമാണ്, നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഇന്നതാണ് എന്ന് ഡോക്ടർ ഡിക്ലെയർ ചെയ്ത്, പ്രത്യേകിച്ച് ആന്റിബയോട്ടിക് ആണെങ്കിൽ ഡോക്ടർ ഷീറ്റ് വേണം. കാരണം ഈ മരുന്നിന്റെ കണ്ടന്റ് അറിയാതെ ഇത് കുടിച്ചാൽ കിഡ്നി കേടരും, വേറെ പല പ്രശ്നം ഉണ്ടാവും. അപ്പൊ മരുന്നിന്റെ കണ്ടന്റിനെ കുറിച്ച് അറിയണം, മരുന്ന് എന്തിനാന്നറിയണം. ഇവിടെ ഉസ്താദ്മാർ പറയുന്നത് ഖുർആൻ അർത്ഥം പഠിക്കണ്ട. ഇവരെന്താ എഴുതിയെന്നറിയോ? തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ ഇന്നും പിൻവലിച്ചിട്ടില്ല. ആ പുസ്തകത്തിന്റെ 16-ാമത്തെ പേജിൽ EK ഹസൻ മുസ്ലിയാർ പറയുന്നത് അറിയോ? ഓതൽ എന്ന നിർബന്ധം ഫാത്തിഹയുള്ളൂ. നിങ്ങൾ ഒരു വേദഗ്രന്ഥത്തെ കുറിച്ചൊരു ഉസ്താദ് പുസ്തകം ഇത് ജൂതനല്ലോ. ഓതൽ എന്ന നിർബന്ധം ഫാത്തിഹേ ഉള്ളൂ, അത് അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേക സുന്നത്തുമില്ല. പിന്നെ എന്തിനാ അള്ളാഹ് ഈ ഗ്രന്ഥം ഇറക്കി? എന്തിനാണല്ല ഈ ഗ്രന്ഥം ഇറക്കി? യാസീൻ ഓതി നിങ്ങൾക്ക് പിട്ടടിക്കാൻ അല്ലേ? അല്ല നിങ്ങളെ മറുപടി അതല്ലേ? നിങ്ങളെ മറുപടി ചിന്തിക്കുക, സമൂഹമേ ആലോചിക്കും, ഉറ്റാലോചിക്കും, എന്താണ് ഈ സമൂഹത്തിന് സംഭവിക്കുന്നത്? ഈ ഖുർആൻ ഓതുന്നിടത്ത് കൂക്കി ബഹളം ഉണ്ടാക്കിക്കൊള്ളിയും അബൂജഹലും കൂട്ടരും പറഞ്ഞ ഞാൻ എത്രയോ സദസ്സിൽ അനുഭവിച്ചൊരു കാര്യം, മൊയ്ലിയമാരാ കൂക്കുക ഖുർആൻ ഓതുന്നിടത്ത്. അപ്പൊ ശരിക്കും അബൂജഹലിന്റെ ടീം ആരാ? ആലോചിക്കും. ഇനി ബുർദ ബുസീരി എന്നുണ്ട്, കേട്ടോ? ബുസീരിയുടെ ബുർദ കേട്ടോല്ലോ, ഒന്ന് കൈബന്ധിച്ചേ. അത് എഴുതിയപ്പോ ഇവര് പറഞ്ഞു കേൾക്കണ്ടേ? നേരത്തെ തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആനെ കുറിച്ചാ പറഞ്ഞു. ഇനി ബുർദ ബുസീരിയിലെ 16-ാമത്തെ പേജിൽ എന്താണ്? മറ്റതും 16-ാമത്തെ പേജ, അതിലും 16-ാമത്തെ പേജ. ഇതിൽ എന്താ പറയുക? ബുർദ ബുസീരിയുടെ അർത്ഥം പഠിക്കൽ നിർബന്ധമാണ്. കാരണം അതിൽ നല്ല നല്ല പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥനയുടെ പൊരുൾ അറിയണമെങ്കിൽ അർത്ഥം പഠിക്കണം. അപ്പൊ ഖുർആനിലോ പ്രാർത്ഥനയല്ലേ? ആയിരക്കണക്കിന് പ്രാർത്ഥനയുള്ള ഖുർആനിനെ കുറിച്ച് EK ഹസൻ മുസ്ലിയാർ പറയുന്നത് എന്താണ്? അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേക സുന്നത്തുമില്ല. അതേ മനുഷ്യന്മാർ എന്താ പറയുന്നത്? ബുർദ ബുസീരി അർത്ഥം പഠിക്കൽ നിർബന്ധമാണ്. പറയൂ, ഇബ്ലീസ് ജയിച്ചിട്ടുണ്ടോ? ഇബ്ലീസ് തോറ്റിട്ടുണ്ടോ? നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ? എനിക്കൊരു കുഞ്ഞില്ലട്ടോ. ഞാൻ അങ്ങനത്തെ ഈ കാര്യത്തിലൊന്നും ഒരു പേടിയും കുസലും ഇല്ലാത്തൊരു പടപ്പാ. വേറൊന്നും കൊണ്ടല്ല, അള്ളാന്റെ വായു ശ്വസിച്ച് നമ്മളിവിടെ ജീവിക്കുന്നത്. പടച്ചോൻ അവതരിപ്പിച്ച ഖുർആനിൽ നിന്ന് ജനങ്ങളെ തടുക്കുന്ന ഏതൊരു തലം. എന്റെ വിശ്വാസപ്രകാരം സകല മനുഷ്യരോട് പറയണം, അമ്പലത്തിൽ കയറിയിട്ടും ജനങ്ങളോട് പറയണം, നിങ്ങൾക്ക് വേണ്ടി ദൈവം അവതരിപ്പിച്ച ഒരു ഗ്രന്ഥം ഞങ്ങളുടെ കയ്യിലുണ്ട്. നിർബന്ധിക്കുന്നൊന്നുമില്ല, താങ്കൾ നോക്കിക്കൊള്ളി, അത് നമ്മുടെ ബാധ്യതയാണ്. ചർച്ചിന്റെ ഉള്ളിൽ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പറയണം, അച്ചോ നിങ്ങളുടെ വിശ്വാസത്തിൽ തകരാറുണ്ടെന്ന് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഞങ്ങൾ മനസ്സിലാക്കി, എന്നിട്ട് ആ ഗ്രന്ഥം വായിച്ചു. അതിന്റെ ബാധ്യത നമുക്കുണ്ട്. ഞാൻ എല്ലാവരോടും പറയാം. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പാവപ്പെട്ട ഹൈന്ദവനും ക്രൈസ്തവനും നമുക്കെതിരെ സംസാരിക്കും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, എതിരെ പറയും.
ഈ ലോകത്തൊരു ദൈവീക ഗ്രന്ഥം ഓരോ വിഷയത്തിലും എത്ര ക്ലാരിറ്റിയാണ് ഖുർആനിന്റെ. ഇപ്പൊ നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വന്ന് 23 കൊല്ലം ജീവിച്ചു. ലളിതമായ സുന്ദരമായ ഒരു ഉദാഹരണത്തിലൂടെയാണ് ഈ കാര്യം ഞാൻ നിങ്ങളെ പൂരിപ്പിക്കുന്നത്. ബദർ യുദ്ധമുണ്ടായി, ഇസ്ലാമിക ചരിത്രത്തിലെ പ്രവാചകന്റെ നേതൃത്വത്തിലെ ആദ്യത്തെ യുദ്ധം. ഈ യുദ്ധം എന്തിനായിരുന്നു? അല്ലാഹു ഖുർആനിൽ ഈ യുദ്ധം എന്തിനായിരുന്നു എന്ന് പറയുന്നുണ്ട്. പടച്ചോൻ പറയുന്നുണ്ട്, വേറൊരാൾ പറയണ്ട, പടച്ചോൻ പറയുന്നു. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖബീർ വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ്. അല്ലാഹയാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാവരെ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരു ഹിജ്റ വന്നത് എന്തിനാ? വലിയ കച്ചവടം ചെയ്യാനാ? അല്ല, പടച്ചോനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ, ഒരു മഹാനെയും വിളിച്ചു പ്രാർത്ഥിക്കില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ കൃത്യമായി പറയുന്നു, ഒരു ബീവിയെയും ഒരു വലിയനെയും ഒരു നബിയെയും ഒരു മലക്കിനെയും ഒരു ജിന്നിനെയും ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ മദീനയിലേക്ക് യാത്ര പോയ ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ അവര് യാത്ര പോയത്? അല്ലാഹനെ മാത്രമേ ഞങ്ങൾ വിളിച്ചു ദുആ ചെയ്യൂ. നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കി ഖുർആനിലെ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ ലാ ഉരീദു മിൻഹും മിൻ റിസ്കിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. അദ്ദാരിയാത്ത് 51-56 വചനം. ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെയും സൃഷ്ടിച്ചത് ദൈവത്തെ മാത്രം ആരാധിക്കാനാണ്. ഇനി നിങ്ങൾ നോക്ക്, റസൂൽ പറയാൻ, അപ്പൊ എന്താ ഇബാദത്ത്? ദൈവത്തെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയുന്നു. പാമ്പിനെ ആരാധിച്ചുകൂടാ, സിംഹത്തെ ആരാധിച്ചുകൂടാ, ഒന്നിനെ ആരാധിച്ചുകൂടാ, പടച്ചോനെ അല്ലാതെ. ഇത് ഞാൻ പറയുമ്പോ കേനോപനിഷത്ത്, നിങ്ങൾ ഉപനിഷത്ത് എടുത്തു നോക്കിയേ. ഈശാവാസ്യോപനിഷത്തിന്റെ 12ാമത്തെ ശ്ലോകം എന്താ? അന്തം തമഹ പ്രവിശംതിയേ സംപൂത്യമുപാസദേ തദോമുയ ഇവദേ സംബുദ്ധ്യാംരദഹ. ഈശാവാസ്യോപനിഷത്തിന്റെ 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അറിയോ? പശുവിനെ ആരാധിച്ചാൽ സ്വർഗം കിട്ടുന്നല്ല, നരകത്ത് പോകുന്ന. ഇത് ആര് പറഞ്ഞു കൊടുക്കണം? സന്യാസി പറഞ്ഞു കൊടുക്കണം. ആർക്ക് പറഞ്ഞു കൊടുക്കണം? ഹൈന്ദവർക്ക് പറഞ്ഞു കൊടുക്കണം. പാമ്പിനെ ആരാധിച്ചാൽ, പശുവിനെ ആരാധിച്ചാൽ, സൂര്യനെ ആരാധിച്ചാൽ, ചന്ദ്രനെ ആരാധിച്ചാൽ. വിശുദ്ധ ഖുർആൻ പറയുന്നത് അറിയോ? ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ വസ്ജുദൂ ലില്ലാഹിൽ ലദീ ഇൻ കുൻതും ഇയ്യാഹു തഅബ്ദൂൻ. സൂര്യനെ നിങ്ങൾ സുജൂദ് ചെയ്യരുത്, ചന്ദ്രനെ നിങ്ങൾ ആരാധിക്കരുത്. സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചവനെ. എത്ര ബെറ്ററാണ്! എന്തൊരു രസകരമായ പ്രയോഗമാണ്. സൂര്യനെ ഖുർആനിലെ 41-37 വചനം. സൂര്യനെ സൃഷ്ടിച്ച പടച്ചവനെയാണ് ആരാധിക്കേണ്ടത്. നമ്മുടെ സാധാരണ പണ്ടൊക്കെ ഞാൻ ബസ് പോകുന്ന കാലത്ത് കേട്ടൊരു പാട്ടാണ്. ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും. ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും. ഭാഗ്യ നക്ഷത്രങ്ങളാണ് സമ്പൂർണ്ണ വാരഫലം. ജീവനില്ലാത്ത നക്ഷത്രങ്ങളാണ് ജീവനുള്ള മനുഷ്യന്റെ ഭാവി തീരുമാനിക്കുന്നതെന്ന സയന്റിഫിക് ബ്ലണ്ടർ. പൊട്ടപ്പോയത്തം. ആകാശത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്ന നക്ഷത്രം അവിടെ ഉണ്ട് അപ്പൊ വിചാരം. മരിച്ചു പോയിട്ട് കൊല്ലങ്ങളായി, ആ നക്ഷത്രം തന്നെ ഇല്ല, അത് നശിച്ചു പോയിരിക്കുന്നു. അതാണ് നമ്മുടെ ഭാഗ്യം നിർമ്മിക്കുന്നത് എന്ന സയന്റിഫിക് ബ്ലണ്ടർ വിശ്വസിക്കുന്ന മനുഷ്യരോട് ഇത് ആര് പറഞ്ഞു കൊടുക്കും? ദൈവമാണ് നമ്മുടെ ജീവിതത്തിന്റെ സകലതും തീരുമാനിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ നാഥനാണ് എന്ന വിശ്വാസം നമുക്ക് നൽകുന്ന നിർഭയത്വം. എത്രയാണ് ഒരു കറുത്ത പൂച്ച ക്രോസ് ചെയ്തു. ഞങ്ങളോട് കാര്യം പറയട്ടെ, എന്റെ മുമ്പിലൂടെ ഒരു കറുത്ത പുലി പോയാലും 1 ഇഞ്ച് മിടിപ്പ് ഈ ഹൃദയത്തിൽ നിന്നുണ്ടാവില്ല. എക്സ്ട്രാ മിടിപ്പ്. പിന്നല്ലേ കറുത്ത പൂച്ച. പൂച്ച കറുത്തു ചെയ്ത അതിന്റെ കുറ്റ. കറുത്തു വിചാരിച്ചിട്ട് നിങ്ങളെ ക്രോസ് ചെയ്ത് പോയിക്കൂടാന്നുണ്ടോ പൂച്ചക്ക്? പൂച്ചയുടെ കിടന്ന ആ യാത്ര ശരിയാവില്ല, തിരിച്ചു പോരുക. മനുഷ്യൻ എന്തിനും പറ്റുന്ന ഈ യുഗത്തില്. ഇസ്ലാം പറയണെന്നറിയോ? കരിമ്പൂച്ച വന്നാ പുല അനങ്ങനെ തുടങ്ങും, നിന്റെ കൂടെ ഞാനുണ്ട്. ഇത് ചില്ലറ വിശ്വാസം നിങ്ങൾ വിചാരിച്ച് എന്നോട് പറഞ്ഞു ചോദിക്കല്ല. അവിടെ ഒക്കെ പോയിട്ട് ഇത്ര പച്ചക്ക് എങ്ങനെ പറയാൻ പറ്റണത്? ഞാനൊരു ക്ഷേത്രത്തിൽ എന്നെ ഒറ്റക്ക് നിർത്തിയൊരു സ്റ്റേജിൽ, ഒരുപാട് ക്ഷേത്രങ്ങൾ അങ്ങനെ ഉണ്ടായി. അപ്പൊ എന്റെ കൂടെ എന്നെ ഭയങ്കര സ്നേഹിക്കുന്ന ഒരാളുണ്ട്. അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും നാശം ഉണ്ടായാലോ? ഒരിക്കലും ഒരു മുസ്ലിം ചെയ്താൽ പോലും ഹൈന്ദവ ക്ഷേത്രത്തിൽ എന്നായി ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ നമ്മുടെ പ്രതിയോഗികൾ മുസ്ലിം സംഘടനയിൽ ചെയ്തേക്കാണ്, ചെയ്ത പരിചയമുണ്ട്, പക്ഷെ അവർ ചെയ്യില്ല എന്ന് മാത്രമല്ല. ഞാൻ അവരോട് പറഞ്ഞെന്തറിയോ, ഞാൻ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് എന്നെ നിയന്ത്രിക്കുന്ന ആരുമല്ല. അള്ളാഹു ഒരു പ്രത്യേക സൈന്യത്തെ കൊണ്ട് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? 53 വയസ്സായി എനിക്ക്. 13ാമത്തെ വയസ്സ് മുതൽ ഈ സ്ട്രോങ്ങിൽ ഞാനത് പറയുന്നു. എനിക്ക് 13 വയസ്സുള്ള നാൾ മുതൽ ഈ 40 കൊല്ലവും
ഇന്ന് വരെ അസുഖങ്ങളൊക്കെ ഉണ്ട്, ഒരു പോറൽ പോലും എന്റെ റബ്ബെന്നെ ഏൽപ്പിച്ചിട്ടില്ല. 8 തവണ ആക്സിഡന്റ് പറ്റിയ ഒരാളാണ് ഞാൻ. എന്റെ കാറ് കംപ്ലീറ്റ് തകർന്ന് കൊട്ടയിൽ തൂക്കി വിറ്റു. പക്ഷെ എന്റെ രോമത്തിൽ പോലും ഒരു പോറലില്ലാതെ എന്റെ നാഥൻ എന്നെ സംരക്ഷിച്ചു. കാരണം എന്താ? കാറിൽ കയറുമ്പോൾ വീടിറങ്ങുമ്പോൾ ദൈവം പറയേണ്ട പ്രൊട്ടക്ഷന്റെ പ്രാർത്ഥന. ഞാനത് പ്രാർത്ഥിച്ചിട്ടാ വരുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ഈശ്വര നിന്നിൽ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു, എന്റെ കുടുംബത്തെയും. ഈ വിശ്വാസം എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? എന്റെ ബദരീങ്ങളെ എന്ന് എനിക്ക് വിളിക്കേണ്ടി വരില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ചരിത്രം പറയുന്നത്. ആ ചരിത്രം കേട്ടോളി. ബദർ യുദ്ധം. ഞാൻ ചോദിക്കാം മുസ്ലിങ്ങളോട്, ഈ കേരള യാത്രയിലെ ഏറ്റവും പ്രമുഖന്മാരിൽ ഒരു പ്രമുഖൻ ഖലീൽ തങ്ങളായിരുന്നു. വ്യക്തിപരമായ ഒരു ആക്ഷേപം ഞാൻ പറയില്ല. ഈ ഖലീൽ തങ്ങൾ കടലിൽ കപ്പലിൽ യാത്ര പോവുക. കപ്പലാണോ ബോട്ടാണോ എന്ന് അയാൾക്ക് തന്നെ നിശ്ചയമല്ല. ആ ക്ലിപ്പ് കേട്ടാൽ അറിയാം. ആദ്യം പറയും കപ്പലാണ്, പിന്നെ പറയും ബോട്ടാണ്, പിന്നെ അടുത്ത നിമിഷം തന്നെ പറയും കപ്പലാണ്. അതുകൊണ്ട് കപ്പലാണോ ബോട്ടാണോ എന്ന് അയാളോട് തന്നെ ചോദിച്ച് ക്ലിപ്തപ്പെടുത്തണം. അയാൾ തന്നെ പറയുന്നത് ഒരു മിനിറ്റിനുള്ളിൽ 3 വട്ടം പറയും കപ്പലാണ്, ബോട്ടാണ്, ബോട്ടാണ്, കപ്പലാണ്, കപ്പലാണ്. അതുകൊണ്ട് എന്നോട് നിങ്ങൾ ചോദിച്ചേക്കരുത് അത് എന്തായിരുന്നു, അത് അദ്ദേഹം തന്നെ പറയേണ്ടതാണ്. അങ്ങനെ അദ്ദേഹം യാത്ര പോവുക. മാദനിൽ ക്ലാസ് എടുക്കാൻ വരികയാണ്. മാദനിലേക്ക് പോകുന്നതിന്റെ ഇടയ്ക്ക് എവിടാണ് കപ്പലും കടലും എന്നുള്ള എനിക്കറിയില്ല. അത് നിങ്ങൾ ചോദിച്ചാൽ മതി. ഈ നുണ പറയുമ്പോ അതിന് എന്തുണ്ടാവില്ല അറിയോ? അടുക്കും ചുറ്റിയൊന്നും. ഇതിന് പറയുന്നത് എന്താണ്? കാറ്റും കോളും വന്ന് കപ്പൽ ആടി ഉലയാൻ തുടങ്ങി. ഈ കപ്പൽ ആടി ഉലയാൻ തുടങ്ങിയപ്പോ മുമ്പർക്ക് ഓർമ്മ വന്നത് ബദരീങ്ങളെയാണ്. ബദരീങ്ങളെ, നിങ്ങളല്ലാതെ എന്നെ രക്ഷിക്കാൻ മറ്റാരുമില്ല. ഈ വിശ്വാസം ഇസ്ലാമിന്റെതല്ല, അബൂജഹലിന്റേത് പോലുമല്ല. എന്നോട് പലർക്കും ചില ക്ലിപ്പൊക്കെ കാണുമ്പോൾ ദേഷ്യം ഉണ്ടാവും. സുഹരി ഉസ്താദിനൊക്കെ. ഞാൻ ഉസ്താദ് നിങ്ങളെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, മനസ്സിലായി? കാരണം നിങ്ങൾക്കൊരു പുതുമുഖമുണ്ട്. നിങ്ങൾ അറിയണം, അബൂജഹലിനെ പറ്റി അല്ല പറഞ്ഞ പിന്നെ അത് കേൾക്കണ്ടേ ഉസ്താദെ? അത് റഹ്മാനായ റബ്ബ് പറഞ്ഞ സുഹരി ഉസ്താദെ കേൾക്കണ്ടേ? സുഹരി ഉസ്താദെ അല്ല പറയുന്നത് അബൂജഹൽ പോലും കടൽ വെച്ച് റബ്ബിനെ വിളിച്ചത്. ഏതൊരു അല്ലാഹുവിനെയാണോ മുഹമ്മദ് നബി പരിചയപ്പെടുത്തുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അല്ലാഹുവിനെ മാത്രം അബൂജഹൽ കടലിൽ വെച്ച് വിളിച്ചു എന്ന് റബ്ബാ പറയുന്നത്. എന്നിട്ട് അല്ല പറയുന്നറിയോ? കടലിൽ കപ്പൽ ആടി ഉലഞ്ഞാൽ, വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്ന് അബൂജഹലിന് തോന്നിയാൽ, അബൂലഹബിന് തോന്നിയാൽ, ഇക്രിമക്ക് തോന്നിയാൽ, അബൂലഹബിന് തോന്നിയാൽ, നിഷ്കളങ്കമായി റബ്ബിനെ മാത്രം വിളിക്കും. ആ സമയത്ത് അവരുടെ മനസ്സെന്താ അറിയോ? ഇഖ്ലാസ് എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താ അറിയോ? ലബനൻ ഖാലിസ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ അറിയോ? അള്ളാഹു ഉപയോഗിച്ചൊരു പരിശുദ്ധ പാല്, ലബനൻ ഖാലിസ. എന്താ അത് പറയാൻ കാരണം? രക്തത്തിന്റെയും കാഷ്ടത്തിന്റെയും ഇടയിൽ ഇത് രണ്ടിലും പെടാതെ, ഇത് രണ്ടിന്റെ ഒരംശവും ചേരാതെ പരിശുദ്ധമായ പാല് പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്ഥാനത്തൊരു അമ്പിയാനെയോ ഒരു വലിയനെയോ വെച്ചാൽ അത് തൗഹീദിനെതിരാണ്. എന്നിട്ട് എന്താ അല്ലാഹ് പറയുന്നത്? അബൂജഹൽ കാറ്റും കോളും വന്നാൽ ഇബ്രാഹിം നബിയെ എന്ന് വിളിക്കൂല, ഈസാ നബിയെ കാക്കണേന്ന് വിളിക്കൂല, വിളിക്കൂല എന്ന് മാത്രല്ല അല്ലാഹ് പറഞ്ഞു, ആ കടലിൽ വെച്ച് കരയിൽ ഓർത്ത് വിളിച്ച ഒരാളെയും ഓർക്കുക പോലുമില്ല. എന്നിട്ട് അവിടുന്ന് പറയുന്നതോ, അല്ലാ നീ അല്ലാതെ എന്നെ രക്ഷിക്കാൻ ആരുമില്ലമ്മ എന്ന് വിളിച്ച ആളാണ് അബൂജഹൽ. ഖലീൽ തങ്ങളോ? ബദരീങ്ങളെ, നിങ്ങളല്ലാതെ ഇല്ല. ഞാൻ ചോദിക്കുന്നു, ഏതാണ് ഈ മതം? ഏതാണ് ഈ മതം? അബൂജഹലിന്റെ മതം പോലുമല്ല ഇത്. അബൂജഹലിന്റെ മതം പോലും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. പിന്നല്ലേ ഇത് കടലിൽ വെച്ച് അല്ലാഹനെ മാത്രം വിളിച്ചിട്ടും അബൂജഹൽ കാഫറായിട്ട് മരിച്ചു. എന്തേ കൂട്ടരെ? കാരണം ഈ ഏരിയ നിങ്ങൾ കേട്ടിട്ട്, സുഹരി ഇത് കേട്ടിട്ട് ഇരുന്ന് ചിന്തിച്ചാ മതി. ഞങ്ങൾക്ക് മറുപടി പറയാനൊന്നും വേറെ വരില്ല. നിങ്ങൾ ഇരുന്ന് ചിന്തിക്ക്. എന്താ ഉസ്താദ് ഇവിടെ സംഭവിച്ചത്? നിങ്ങൾ പഠിച്ച ആളല്ലേ, നിങ്ങൾ മനസ്സിലാക്കിയ ആളല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സുഹരി ഉസ്താദെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഉസ്താദെ. നിങ്ങൾ നോക്കൂ, അബൂജഹൽ കടലിൽ. എന്തിന്? അബൂജഹലിന് ഒരു മകനുണ്ടായിരുന്നു, കാന്തപുരത്തിന്റെ മകനെ പോലെ തന്നെ, പൊന്നാരമോൻ, ഒറ്റമോൻ ഇക്രിമ. ചിന്തിക്ക്, ഈ ഇക്രിമ കടലിൽ എന്തിന്? അള്ളാന്റെ റസൂലിന്റെ മതം സ്വീകരിക്കൂല, അള്ളാനെ മാത്രം വിളിക്കാൻ ഞാൻ തയ്യാറല്ല, അല്ലാത്ത വലിയകളെയും വിളിക്കണം എനിക്ക്, അവർക്ക് അള്ള കൊടുത്ത കഴിവാണ് എന്ന് വിശ്വസിച്ച ആളാണ് ആര്? ഇക്രിമ. ഇക്രിമ ആരാ? അബൂജഹലിന്റെ മോനാ. ഇനി ഞാൻ വേറെ എന്ത് പറയണം? അബൂജഹലിന്റെ മകൻ കപ്പലിൽ കയറി. കപ്പലിൽ കയറുന്ന എന്തിനാ? അള്ളാനെ മാത്രം വിളിക്കുന്ന കാര്യം അംഗീകരിക്കാൻ പറ്റിയില്ല. അള്ളാനെ മാത്രോ? അവര് പറഞ്ഞത് എന്താണ്? എന്താ അവര് പറഞ്ഞത്? അജലല്ലാലിയത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. 38-ാം അധ്യായം 5-ാമത്തെ വചന ഖുർആനാ പറയുന്നത്.
വ്യത്യസ്ത ഇലാഹുകളെ മുഹമ്മദ് ഒറ്റ ഇലാഹാക്കി. ശരിക്കും നിങ്ങൾ ഈ ഖുർആന്റെ വചനം മതി സമസ്തക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ. എന്താ പറയുന്നത്? ഒരുപാട് ആളെ വിളിക്കുന്ന സ്വഭാവം. അമ്പർ നിങ്ങളെ കാക്കണേ, ഉള്ളാളെ നിങ്ങളെ കാക്കണേ, ഭീമ ഒമ്പിച്ച രക്ഷിക്കണേ, മുനമ്പത്ത് ബീവിയെ കാക്കണേ. ഇപ്പത്രേ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു ഏരിയയാണ് ഈ പറയുന്നത്. ഇക്രിമ കപ്പലിൽ കയറിയപ്പോ തന്നെ കാറ്റും കൂടും വന്നു. ശരിക്കും അള്ളാഹ് ഹിദായത്ത് കൊടുക്കുകയാണ്. ഇക്രിമ അബൂജഹലിന്റെ മോനെ ഹിദായത്ത് കൊടുക്കുകയാണ്. എങ്ങനെ? കാറ്റും കൂടും വന്നിട്ട് പായക്കപ്പൽ ഇങ്ങനെ ആട്ടി ഒലഞ്ഞു. അപ്പൊ അതേ ആളുകളുടെ പായക്കപ്പലിൽ ബാക്കിലുള്ള ഇക്രിമ. അപ്പൊ കപ്പിത്താൻ വിളിച്ചു പറയാണ്, ഈ കപ്പലിന്റെ കപ്പിത്താൻ വിളിച്ചു പറയാണ്, എന്ത്? അള്ളാനെ വിളിച്ചോളി, വേറെ രക്ഷ കേട്ടോ. ഇത് കേട്ടപ്പോ അബൂജഹലിന്റെ മോനെ സഹിച്ചില്ല. അബൂജഹലിന്റെ മോൻ ഇങ്ങനെ ആളെയൊക്കെ ഇങ്ങനെ വകഞ്ഞു മാറ്റി മുന്നോട്ട് വന്നിട്ട് എന്താ പറഞ്ഞേ? അള്ളാനെ മാത്രം വിളിച്ചാലേ കാര്യം. എന്താ പറഞ്ഞത്? മുഹമ്മദ് നബി പറഞ്ഞ അള്ളാനെ വിളിച്ചാൽ മുഹമ്മദ് നബി പറഞ്ഞ അള്ളാനെ അപ്പൊ ഇബ്രാഹിം നബിനെ വിളിച്ചൂടാ? ഇല്ല. ഈസാ നബിനെ വിളിച്ചൂടാ? ഇല്ല. ഔലിയാക്കളെ വിളിച്ചൂടാ? ഇല്ല. ഔലിയാക്കളെ വിളിച്ചൂടാ? ഇല്ല. മാത്രമല്ല അബൂജഹലിന്റെ മകൻ അതുവരെ ഔലിയാക്കളെ പിന്നാലെ പോയ ആളാ. അത് പറയുന്ന ഒരു ഔലിയാക്കളെ പിന്നാലെ പോയി ഇക്രിമാന്ന് അള്ള പറയുന്ന ഒരു ഖുർആന്റെ വചനം കേട്ടോ. മുജാഹിദ് കഴിഞ്ഞപ്പോ ഞെട്ടലുണ്ടാവും. അങ്ങനെ ഉണ്ടോ ഖുർആൻ? അങ്ങനെ ഉണ്ട്. വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ചു. 39-ാം അധ്യായം 3-ാമത്തെ വചനം വായിക്കേണ്ട. ഹക്കത്തിലാപത്ത് എടുത്ത് അബൂജഹലും ഇക്രിമയും അബൂലഹബും ഔലിയാക്കളെ പിന്നാലെ പോയി അള്ള പറയുന്ന ആയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ എന്റെ വകയല്ല, നിങ്ങളൊന്ന് കേട്ടുനോക്കി. 39-ാം അധ്യായം 3-ാമത്തെ വചനം. ഇപ്പൊ മൊബൈൽ എടുത്തൊന്ന് കയ്യിൽ പിടിച്ചു നോക്കിയേ. മുജാഹിദ് ബാലുശ്ശേരി നുണ പറയാണോ? അലാ ലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ. അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ പിന്നാലെ പോയവർ, ജീവിതം തുലച്ചവർ, അവരെന്താ പറയുന്നത്? ഞങ്ങൾ ഔലിയാക്കളെ ആരാധിക്കുന്നില്ല കൈമാരെ. ഇനി അഥവാ ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയാ? അള്ളാന്റെ അടുത്തേക്ക് ഈ ഔലിയാക്കളെ ഞങ്ങൾ അടുപ്പിക്കും. കേരളത്തിലെ സമസ്തക്ക് ഈ വിശ്വാസം അല്ലാതെ എന്താണ്? അലാ ലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ. അർത്ഥം വെക്ക്, ഔലിയാക്കൾ അള്ളാനെ വിട്ടിട്ട് ഔലിയാക്കളെ പിന്നാലെ പോയവർ. സിയമടൂരിന്റെ പിന്നില അനല്ലാ എന്ന് പറഞ്ഞത്രേ സിയമടൂര്, ഞാനാണല്ലാ. അപ്പൊ സമസ്ത എവിടെയുള്ളത്? സിയമടൂർ എന്ന അള്ളാന്റെ പിന്നിലാണ്. ഇവരുടെ മതം ഏതാണ്? നിങ്ങൾ എന്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം? ഷെയ്ഖുൽ ഇസ്ലാം മഹാനായ ഷെയ്ഖ് ജീലാനി ചോദിച്ചതാണ്, നിങ്ങൾ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? നിങ്ങൾക്ക് അതിന് എന്താ അവകാശം? ആയിരക്കണക്കിന് ഇലാഹുകളെ ഹൃദയത്തിൽ പേറുന്ന നിങ്ങൾ. ആരാ ചോദിച്ചത്? അബ്ദുൽ ഖാദർ ജീലാനി. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ 1000 ഇലാഹുണ്ട്. സമസ്തക്കാരോട് അദ്ദേഹം അടക്കമുള്ള 1000 ഇലാഹുകളെ മനസ്സിൽ പ്രതിഷ്ഠിച്ച നിങ്ങൾ, എനിക്കിവിടെ അത്ഭുതം തോന്നിയൊരു കാര്യം കൂടെ പറയാം. ശരിക്കും ചിന്തിക്കും. ഇക്രിമാ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, കരയിൽ വിളിച്ച ഒരാളെയും വിളിച്ചാൽ രക്ഷപ്പെടൂലേ? ഇല്ല. കപ്പിത്തം പറയും ഇല്ല. പിന്നെ ആരെ വിളിക്കണം? നീ ഏതൊരു അള്ളാനെ മാത്രാണോ വിളിക്കുക? അതെനിക്ക് പറ്റൂലെന്ന് പറഞ്ഞത്. ആ അള്ളാനെ വിളിച്ചാലേ നിനക്ക് ഇവിടെ രക്ഷപ്പെടും. ഇനി ഞാൻ പറയുന്നത് കേൾക്കണം. ഇക്രിമ അബൂജഹലിന്റെ മകനാണ്. ഇക്രിമ പറയാണ്, അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ സമസ്തക്കാരനാണ്. ഇക്രിമ പറയാണ്, ഇപ്പൊ ഞാൻ സമസ്തക്കാരനാണ്. ഔലിയാക്കളെ പിന്നാലെ പോണ ആളാണ്. അള്ളാനേക്കാൾ ഔലിയാക്കളുടെ പിന്നാലെ പോകുന്ന ആളാണ് ഞാൻ വഹാബിയാവും. കരയിലെത്തിയാലേ എന്നെ റബ്ബ് ഇവിടുന്ന് സഹായിച്ചാൽ നിങ്ങൾ വിചാരിച്ചോ ഞാൻ അബൂജഹലിന്റെ മോനായി വിചാരിച്ചു നിൽക്കും? ഇങ്ങനെ ഒരു വാചകം അബ്ദുൽ ഹക്കീം അസേരി പറയാൻ വേണ്ടി കാത്തുകയാണ്. അതിനു വേണ്ടിയുള്ള ദുആയിലാണ്. കാന്തപുരത്തിന്റെ മോൻ ഉറക്കെ വിളിച്ചു പറയും, ഞാൻ ഈ ബദരീങ്ങളെ വിളിക്കൂല, അള്ളാനെ വിളിക്കും. ഇക്രിമയും അബൂജഹലും അബൂബക്കറിന്റെ മകൻ. ഈ മകന്റെ പ്രത്യേകത എന്താ? അതൊരു കേട്ടോളി. ഈ മകൻ പറയുന്നത് നോളർ സിറ്റി. നിങ്ങൾക്കറിയാലോ, ഞങ്ങളുടെ നാട്ടിൽ നോളർ സിറ്റി എന്ന് പറയുന്ന സ്ഥലം കൈതപ്പുല്ല്, വയനാട്ടിലേക്ക് പോകുന്നത് അടിവാരത്ത് നിന്ന് തൊട്ടുമ്പ് എന്റെ ഇളയമന്റെ വീടിന്റെ മുറ്റത്ത് പറയുന്നത്. ഈ നോളർ സിറ്റി ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രതിബന്ധങ്ങൾ. അപ്പോഴൊക്കെ നാം ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. കാന്തപുരത്തിന്റെ മകന്റെ വാക്ക, ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറയണല്ലോ, ആ ക്ലിപ്പ് ഇടേണ്ടി വന്നാൽ ഇനിയൊരു ഘട്ടത്തിൽ നമുക്കാകാവുന്നതാണ്. എന്റെ ചോദ്യത്രേ, നോളർ സിറ്റിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ബദരീങ്ങളെ വിളിച്ചവർ ബദരീങ്ങളെ നിന്ദിക്കുകയാണോ അംഗീകരിക്കുകയാണോ? ഒരു പോയിന്റ് കൊണ്ട് ഇത് ക്ലിപ്പപ്പെടുത്തി ഞാൻ ഇക്രിമാ റളിയല്ലാഹുവിലേക്ക് തിരിച്ചു വരും. ശരിക്കും ചിന്തിക്കേണ്ട പോയിന്റ് ആണ് ഇത്. നിങ്ങൾ ഒരു കാരണവശാലും മറക്കുകയും അരുത്. ബദരീങ്ങൾ ആരാ? നബിയുടെ കൂടെ പങ്കെടുത്ത 313 അവരാരാ? അവർ അള്ളാനെ മാത്രമേ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് നാട് വിട്ടു പോകുന്നവരാണ്. എങ്കിൽ അവർ പിന്നെ ഔലിയാക്കളെ വിളിക്കുവോ? നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട പോയിന്റ്, വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ. ഒരു ന്യായവും കൂടാതെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാ അവര്. എന്താ കാരണം? അള്ളാനെ മാത്രമേ വിളിക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ പോകുന്നവരാ അവര്.
ആ ആളുകൾ ബദർ യുദ്ധത്തിൽ എന്തേ ചെയ്തത്? ഞാൻ ചോദിക്കുന്നത് ഖുർആനാണോ നമ്മുടെ തെളിവ്? രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. ആ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിതെറ്റൂല. അത് ഖുർആനും സുന്നത്തുക. വഴി തെറ്റാതിരിക്കാൻ മുറുകെ പിടിക്കേണ്ടത് കപ്പപ്പാട്ടല്ല, കുപ്പിപ്പാട്ടല്ല, മഞ്ഞക്കുളം പാട്ടല്ല. അല്ലേ? കാമിൽ സഖാഫി കൊല്ലത്തുകാരൻ പറയുന്നെന്താ? അല്ലെ, മാലപ്പാട്ടിന്റെ കാലം, മൊയ്തീൻ മാലയുടെ കാലം, നഫീസത്ത് മാലയുടെ കാലം, എത്ര സുന്ദരമായ കാലം. നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ റസൂലിന്റെ കാലത്തുള്ള അല്ല കൂട്ടരെ. 9 നൂറ്റാണ്ടിലായതുള്ളത്. നബി വഫാത്തായിട്ട് 9 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട്. അബൂബക്കർ സിദ്ദീഖിന് പരിചയമില്ലാത്തൊരു സ്ഥാപനം, ഉമർ ബിൻ ഖത്താബിന് പരിചയമില്ലാത്തൊരു കിതാബ്, ഏറ്റവും വലിയ ശുദ്രകൃതി, അത്രയും ഭീകരമായ ശിർക്കിന്റെ ഗ്രന്ഥം. അല്ലാഹുവിന്റെ ഖുർആൻ പറയണെന്ത് കേട്ടോളി നിങ്ങൾ. സൂറത്ത് അൻഫാൽ 8-ാം അധ്യായം 9-ാമത്തെ വചനം. ഇദ് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഹൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ഈ ഖുർആനിക വചനം എങ്ങനെ പുഴുങ്ങി തിന്നും? എങ്ങനെ സമസ്തക്കാരെ നിങ്ങളുടെ കയ്യിലെ ഖുർആനിലുള്ള വാചക. ബദരീങ്ങൾ, ബദറിൽ പങ്കെടുത്തവർ, അവർ ഇസ്തിഹാസ നടത്തി. നമ്മളെന്താ പറയുന്നത്? മൊയ്തീൻ ശൈഖിനോട് ഇസ്തിഹാസ നടത്താം. ഞങ്ങൾ ചോദിക്കുന്നത് ബദരീങ്ങളോട് ഇസ്തിഹാസ നടത്തുന്ന നിങ്ങളോട് ബദരീങ്ങൾ ഇസ്തിഹാസ നടത്തിയത് ആരോട് എന്ന് ചോദിച്ചാൽ ബബ്ബെ അടിക്കൂല നിങ്ങൾ. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ബദരീങ്ങൾ ഇസ്തിഹാസ നടത്തി ആരോട്? ഒരു ചോദ്യമല്ലേ? ഈ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? ആരോട് ഇസ്തിഹാസ നടത്തി? അല്ലാഹ് പറയുന്നു, ഇത് തസ്തഈസൂന റബ്ബക്കും. ഇബ്രാഹിം നബിയോട് തേടിയെന്നല്ല. തീക്കുണ്ടാരത്തിൽ നിന്ന് അല്ലാഹ് രക്ഷപ്പെടുത്തിയ മിറാക്കിൾ ഉണ്ടായ ഇബ്രാഹിം നബിയെ വിളിച്ചു എന്നല്ല. ചെങ്കടൽ വിളർത്തി അല്ലാഹ് രക്ഷിച്ച മൂസാ നബിയെ വിളിച്ചു എന്നല്ല. മത്സ്യത്തിന്റെ വായിൽ കിടന്ന് റബ്ബ് രക്ഷപ്പെടുത്തിയ യൂനുസ് നബിയെ വിളിച്ചു എന്നല്ല. ഒരു വ്യാഴവട്ടക്കാലത്തിലധികം രോഗം ബാധിച്ച് അല്ലാഹ് രക്ഷപ്പെടുത്തിയ ഒരു പ്രവാചകനെ കുറിച്ചല്ല. റബ്ബിനോട് ഇസ്തിഹാസ. അപ്പൊ ഇസ്തിഹാസ ആരോടാ? റബ്ബിനോട് തേടേണ്ട ഈ ഭാഗത്താണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, മൂസാ നബിയോട് ഇസ്തിഹാസ തേടിയില്ലേ? ഉണ്ട്. ഭാഷാപരമായി ഇസ്തിഹാസ എന്ന് പറഞ്ഞാൽ സഹായം. അതേതാ സഹായം? ഇന്നൊരാൾ എല്ലാം വരുമ്പോൾ ഇതിനെ ഒന്ന് സഹായിക്ക്. അതിലവിടെ പ്രാർത്ഥന. ഈ ആലപ്പുഴ ടൗണിലോ അല്ലെ ഈ പറഞ്ഞിരിക്കുന്ന പള്ളിമുക്കിലോ വെച്ചിട്ട് എന്റെ ഒരാളെ അടിക്കുക. അപ്പൊ അയാൾ വിളിക്കുക, മാധവേട്ടാ എന്നെ സഹായിക്കുക. അതിനും ഇസ്തിഹാസ എന്ന് പറയാ. അതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ബദർ യുദ്ധത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ കാര്യകാരണ ബന്ധത്തിനതീതമായി അഭൗതികമായി ഈ ബദരീങ്ങൾ ആരോട് തേടി? പടച്ചവനോട് മാത്രം തേടി. സമ്മതിച്ചോ? രണ്ടാമത്തെ കാര്യം, എന്നിട്ട് അല്ലാഹ് അവരെ സഹായിച്ചു. വലഖദ് നസ്റക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. 3-ാം അധ്യായം 124. സഹായിച്ചു. ശരി, ഈ ബദരീങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മരണപ്പെട്ടു പോയൊരു വലിയനെ വിളിച്ച് ഇസ്തിഹാസ നടത്തിയ ഒരൊറ്റ തെളിവ് അള്ളാഹുവിന്റെ ഖുർആനിൽ ഞങ്ങൾക്ക് 2 മാസം സമയം തരാം, 2 വർഷം തരാം, ഇലാ യൗമിൽ ഖിയാമ വരെ നിങ്ങൾക്ക് തെളിവ് ധരിക്കാൻ കഴിയില്ല. മുജാഹിദ് പ്രസ്ഥാനം നിങ്ങൾ എന്താ വിചാരിച്ചേ? ഖുർആനിന്റെ ശക്തിയാണ് ഞങ്ങളുടെ ശക്തി, സുന്നത്തിന്റെ ശക്തിയാണ് ഞങ്ങളുടെ ശക്തി. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പറഞ്ഞ ഈ പോയിന്റ് പൂർത്തിയായിട്ടില്ല, ഞാനത് പൂർത്തിയാക്കട്ടെ. ഇത് തൗഹീദാണ്. ഖലീൽ തങ്ങൾ കടലിൽ വെച്ച് ബദരീങ്ങളെ വിളിക്കുന്നു. കാന്തപുരത്തിന്റെ മകൻ ബദരീങ്ങളെ വിളിക്കുന്നു. ഇത് കേട്ട ഒരു ക്രിസ്ത്യാനി, ഇനി പറയുന്ന പോയിന്റാണ് നിങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ മനസ്സിൽ കയറ്റിയിരുന്നത്. ഒരു ക്രിസ്ത്യാനി വന്നിട്ട് കാന്തപുരത്തിന്റെ മോനോട് ഖലീൽ തങ്ങളോട് ചോദിക്കുകയാണ്, എന്ത് അല്ലേ, ഞാൻ നിങ്ങളുടെ 2 പേരുടെ ക്ലിപ്പ് കണ്ടു, നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ നിങ്ങൾ ബദരീങ്ങളെ വിളിച്ചു. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, സത്യക്രിസ്ത്യാനിയാണ്. എനിക്ക് പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ ഞാൻ ഈസാ നബീനെ വിളിക്കുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന മുക്കൂട്ട് ദൈവത്തെയാണ് ഞാൻ വിളിക്കുന്നത്. നിങ്ങൾ എന്നെക്കാളും 310 ഇലാഹുകളെയും കൂടെ കൂട്ടി 313 ഇലാഹുകളെ വിളിക്കും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് സ്വീകരിച്ചപ്പോൾ തന്നെ അല്ലാഹ് പറയുന്നത് ലഖദ് ഖഫറല്ലദീന ഖാലു, ഞങ്ങൾ സത്യനിഷേധികളാണെന്നാണ് ഖുർആൻ പറയുന്നത്. മാത്രമല്ല വലദ്ദാലീൻ എന്നാണ് ഖുർആൻ ഞങ്ങളെ പറ്റി പറയുന്നത്. ഹക്കീം ഫൈസി ഹക്കീം നോക്കൂ, അബ്ദുൽ ഹക്കീമിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ആകെ വിളിക്കുന്ന 3 ആൾ, എന്നിട്ടും അല്ലാഹ് പറഞ്ഞു ഞങ്ങൾ സത്യനിഷേധികളാണെന്നും ഞങ്ങൾ നരകത്തിലാണ്. അപ്പൊ 310 ദൈവത്തെയും കൂടെ ആഡ് ചെയ്ത നിങ്ങൾ എങ്ങനെ സ്വർഗത്ത് പോകും എന്ന് ചോദിച്ചാൽ കാന്തപുരത്തിന്റെ മകൻ എന്ത് ഉത്തരം പറയും? പറ. നിങ്ങൾ ഈ ഇരിക്കുന്ന നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കും. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ട് നിങ്ങളുടെ കുടുംബത്തിലെ APK സുനികളോട് ഇന്ന് മുതൽ ഇന്ന് പോയിട്ട് ഉറങ്ങരുത്. വാട്സപ്പിൽ നിങ്ങൾ ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ വിചാരിച്ചു ഒരു പ്രാസംഗൻ പറഞ്ഞ് മാത്രം ദൈവത്ത് അല്ല, അവനാന്റെ വീട്ടിൽ പോകണം. സ്വന്തത്തെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. 66-ാം അധ്യായം 6-ാമത്തെ വചന.
നമ്മുടെ ബാധ്യത അത്. തീർന്നില്ലട്ടോ, ഒരു പോയിന്റ് കൂടെ കേട്ടോ. കാന്തപുരത്തിന്റെ വലത്ത് നിന്ന ഖലീൽ തങ്ങൾ, ഇടത്ത് നിന്ന പേരോട് ഈ ഖലീൽ തങ്ങൾ പറയുന്നത് എന്താണ്? ബദരീങ്ങളെ, നിങ്ങളല്ലാതെ എന്നെ രക്ഷിക്കാൻ ആരുമില്ല. ഇനി ഞാൻ പറയുന്ന പോയിന്റ് കേട്ടോ. കടലിൽ വെച്ച് എല്ലാ ഇലാഹുകളെയും ഉപേക്ഷിക്കുകയും റബ്ബിനെ മാത്രം ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയും ഈ പ്രതിസന്ധിയിൽ റബ്ബെ നീ അല്ലാതെ വേറൊരാളും എന്നെ രക്ഷപ്പെടുത്താനില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്ത അബൂജഹലാണോ? അവിടെ വെച്ച് എല്ലാ ഇലാഹുകളെയും മറന്നവരാണ് അബൂജഹൽ. എന്നാൽ അല്ലാഹനെ മറക്കുകയും 313 ഇലാഹുകളെ, നബി അടക്കമുള്ള 313 ഇലാഹുകളെ അക്കടലിൽ വെച്ചോർത്ത ഖലീൽ തങ്ങളും കാന്തപുരവും തമ്മിൽ ഞാൻ പറയുന്നു, ഒരു തുലാസിൽ ഖലീൽ തങ്ങളുടെ വിശ്വാസവും മറുതുലാസിൽ അബൂജഹലിന്റെ വിശ്വാസവും വെച്ചാൽ അബൂജഹൽ ഖലീൽ തങ്ങളെക്കാൾ ബെറ്റർ ആണെന്ന് ഞാൻ പറയുന്നത് എന്റെ നീതിബോധമാണ്, എന്റെ പടച്ചോനെ പേടിയാണ്. കാരണം വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു അഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വാ. അബൂജഹലിനോട് ദേഷ്യമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അനീതി പറയരുത്. അബൂജഹലിനേക്കാൾ മോശം ഖലീൽ തങ്ങളാണ് തൗഹീദിന്റെ കാര്യത്തിൽ. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്റെ കുറ്റമേ അല്ല സുഹൃത്തുക്കളെ, എന്റെ കുറ്റമേ അല്ല സഹോദര, എന്റെ കുറ്റമേ അല്ല പ്രാസ്ഥാനിക പ്രവർത്തകരെ. ഇത്ര ഭീകരമാണല്ലേ? ഇനി അടുത്ത പോയിന്റ് എന്താ? ഇത് തന്നെ, ഈ പോയിന്റ് തന്നെ നിൽക്കുക. അടുത്ത പോയിന്റ്, ഇക്രിമ കരയിലെത്തിയോ? അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു കരയിലെത്തിയോ? എത്തി. അള്ളാഹ് കടലിനെ രക്ഷപ്പെടുത്തിയോ? കാരണം ഇക്രിമന്റെ വാക്കെന്താണ്? എന്നെ ഈ കടലിൽ നിന്ന് റബ്ബേ നീ രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചാൽ, കടലിൽ നിന്നെ മാത്രം വിളിച്ച ഞാൻ ഇനി ജീവിതത്തിൽ ഒരിക്കലും നിന്നെയല്ലാതെ വേറെ ഒരു ശക്തിയെയും ഞാൻ വിളിക്കില്ല റബ്ബേ എന്ന് തീരുമാനിച്ച ആളാണ് ആര്? ഇക്രിമ. ഇനി എന്റെ ചോദ്യം, ഈ ചോദ്യമായിട്ട് എന്നെ പറ്റെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നവര് ക്ലിപ്പായിട്ട് എടുക്കണം. എന്താ? ഇക്രിമ കടലിൽ വെച്ച് റബ്ബിനെ മാത്രം വിളിച്ച് കരയിലെത്തുമ്പോ അള്ള പറയുന്നത് അവർ കരയിലെത്തി അല്ലാത്തവരെ വിളിക്കുന്നു. ആര്? കടലിൽ വന്ന് അള്ളാനെ മാത്രം വിളിച്ചപ്പോൾ അള്ള പറഞ്ഞു അതാണ് തൗഹീദ്, അതാണ് വേണ്ടത്, അതാണ് വഹദാനിയത്ത്, അതാണ് ശരിക്കുള്ള അഖീദ. എന്നിട്ട് പറയാണ് കുഴപ്പം എന്താ? ഇവിടുന്ന് കരയിലെത്തി ഞങ്ങൾ അല്ലാത്തവരെ വിളിക്കും. ഇനി ഇക്രിമ യഥാർത്ഥ മുസ്ലിം ആകണേ എന്താ വേണ്ടത്? കടലിൽ വിളിച്ച റബ്ബിനെ മാത്രമേ കരയിലെത്തിയാലും വിളിക്കാവൂ. ഈ ആശയമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇനി എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഇക്രിമ കരയിൽ വന്ന് മുസ്ലിം ആയതിനു ശേഷം ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ, ഇസ്മായിൽ നബിയെ കാക്കണേ, വലികളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതായി നിങ്ങൾക്കാർക്കെങ്കിലും തെളിയിക്കാൻ കഴിയും? റബ്ബിനോടല്ലാതെ. ഇക്രിമ അബൂജഹലിന്റെ കൂടെ നിന്നപ്പോ അബ്ദുൽ ഹക്കീം അസ്സരി പ്രാർത്ഥിച്ച പോലെ പലരോടും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഖലീൽ തങ്ങൾ പ്രാർത്ഥിച്ച പോലെ പലരോടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്രിമ മുസ്ലിം ആയതിനു ശേഷം ഒരു ഇസ്തിഗാസ മരണപ്പെട്ടു പോയവരോട് നിർവഹിച്ചു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ ഈ പ്രസ്ഥാനത്ത് നിന്ന് രാജിവെച്ച്, നിങ്ങൾ എന്നെ കൂട്ടിയാലില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് തെളിയിക്കുക. സാധ്യമേ അല്ല, ഇലാ യൗമിൽ ഖിയാമ വരെ സാധ്യമല്ല. ഇനി ഞാനൊരു ഖുർആനിക വചനം പറയാം. വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം 45-ാമത്തെ വചന. വല്ലാത്തൊരു വചനാട്ടോ. സത്യവും അസത്യവും വേർതിരിക്കുക എന്നുള്ള ഖുർആന്റെ പ്രത്യേകത. ഫുർഖാനാണല്ലോ. ഈ വചനം കേട്ട നിങ്ങൾ കിടുങ്ങിപ്പോകും. ഈ വചനം അറിയണവരെയോ, വൈദാ ദുക്കിറല്ലാഹു വഹ്ദഹു, അല്ലാഹനെ പറ്റി മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് അസഹ്യത തോന്നും. ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെ അറിയോ? അള്ളാന്റെ കൂടെ മൊയ്തീൻ ശൈഖിനെ വിളിക്കാം, അള്ളാന്റെ കൂടെ ഭീമാ ഉമ്മിച്ചനെ വിളിക്കാം എന്ന് പറഞ്ഞാൽ അവർക്കതാ ഹാപ്പി ആകുന്നു. ഒന്നുകൂടി എന്റെ ഭാഷയിൽ പറഞ്ഞാൽ എ പികൾക്കതാ ഹാപ്പി ആകുന്നു, എ പി ഗ്രൂപ്പിനതാ ഹാപ്പി ആകും. എപ്പോ? അള്ളാഹിനെ പറ്റി മാത്രം പറയുമ്പോൾ ചൂടാവും എ പിക്ക്. എന്നിട്ട് ഒന്നുകൂടി പറയുന്നത് അള്ളാന്റെ കൂടെ മൊയ്തീൻ ശൈഖിനെ വിളിക്കാൻ പറഞ്ഞാൽ അവർക്ക് ഹാപ്പി ആവുന്നു. ഇത് അള്ളാന്റെ ഖുർആനിലല്ല, മുജാഹിദ് ബാദ്ശാഹിന്റെ വകയല്ല. നോക്കൂ, നിങ്ങൾ ഒന്നുകൂടി നോക്കൂ, അള്ളാഹിനെ പറ്റി മാത്രം. അതുകൊണ്ടാണല്ലോ വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന പുസ്തകത്തിൽ ആശിം നഈമി എന്ത് പറഞ്ഞത്? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ വാദാണ്. എന്താ മാത്രം എന്ന് കേൾക്കുമ്പോൾ വിരളി പിടിക്കുക. മുസ്തഫൽ ഫൈസി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മൊയ്തീൻ മാലയുടെ പരിഭാഷ എഴുതിയ മുസ്തഫൽ ഫൈസി. അത് എഴുതിയപ്പാണ് ഖുർആൻ പരിഭാഷ എഴുതാൻ തോന്നിയെന്ന് പറഞ്ഞ ആളാണ്. ആ ആള് പറയാണ് എന്ത്? നിന്നെ ആരാധിക്കുന്നു, നിന്നോട് സഹായം ചോദിക്കണം. അവിടെ മാത്രം എവിടെ? യാക്കനഅ്ബുദു, മാത്രം എവിടെ? മാത്രത്തോട് ദേഷ്യം ആർക്ക്? സമസ്തക്കാർക്ക്. അല്ലാഹ് പറയുന്നത് എന്താണ്? അങ്ങനെ മാത്രത്തോട് ദേഷ്യമുള്ളവനോ പരലോകത്തിൽ വിശ്വസിക്കുന്നവനല്ല. ഓൻ ഒരു പരലോക ബോധവുമില്ല. ഇട്ട കുപ്പായത്തിന്റെ നീളേ ഉള്ളൂ, കെട്ടിയ തലപ്പാവിന്റെ നീളേ ഉള്ളൂ, നീട്ടിയ താടിക്ക് നീളേ ഉള്ളൂ, തൊണ്ടക്കുഴി ഈമാൻ ഇറങ്ങിയിട്ടില്ല എന്ന് റബ്ബാ പറയുന്നത്. മുജാഹിദ് ബാദ്ശാഹിയല്ല, റബ്ബാ പറയുന്നത്. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, അവിടെ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല. 49-ാം അധ്യായം 14-ാമത്തെ വചന. ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല.
നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുണ്ടോ? നിങ്ങൾ ശരിക്ക് ചിന്തിക്കുന്നുണ്ടോ എവിടെയാണ് നമ്മുടെ സമുദായം ഉള്ളത്? ഞാൻ ചോദിച്ചോട്ടെ, പള്ളിയിൽ മകരം നിസ്കരിച്ചിട്ട് ഒരു ദർഗയിലേക്ക് പോവുക. ഞാൻ എത്രയോ കണ്ട കാഴ്ചകളാണ് പറയുന്നത്. ദർഗയിലേക്ക് പോകുമ്പോൾ തൊട്ടുപുറത്ത് മകരിബിന് നിസ്കരിച്ചപ്പോൾ ആ ദർഗയിൽ പോകുന്ന വ്യക്തിയുടെ നിസ്കാരം ഒന്നും കൂടെ നോക്കി. എന്റെ സ്റ്റേജിലേക്ക് ഓൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കയ്യെട്ടി ഇങ്ങനെയൊക്കെ നിന്നിട്ട് അലസമായി നിന്നിട്ട് മൂക്കിലെ കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി അങ്ങനെ നിസ്കരിച്ച അതേ വ്യക്തി ദർഗയിലേക്ക് എത്തുമ്പോൾ പൊട്ടിക്കരയാ. കാരണം എന്താ? ഓന്റെ പടച്ചോനാണ് ആ കിടക്കുന്നത്. ഇവിടെയോ ഇതൊരു സൈഡാ, മാപ്പിളയാണ് എന്ന് നാട്ടുകാർക്ക് തിരിയാൻ. ഓന്റെ സാക്ഷാൽ പടച്ചോനെ തേടിയാൻ പോണ്. അതിന്റെ ഇടക്ക് ലോകത്തിന്റെ നാഥന്റെ മുമ്പിൽ മൂക്ക് കൈയിട്ട് തിരുമ്പി ഈ വ്യക്തി ഖബറിന്റെ അടുത്തെത്തുമ്പോ കരയാ. നിങ്ങൾക്കറിയോ, ഈ അജ്മീർ ദർഗയിൽ പോയാ കുയ്യാനന്റെ മാതിരിയാ. ദർഗയിൽ ഇങ്ങനെ ചെന്നാല് നമ്മൾ സാധാരണ ഇങ്ങനെ തിരിഞ്ഞു പിന്നെ എങ്ങോട്ടാണ് എടുക്കുക, മറ്റങ്ങനെ റിവേഴ്സ്. എന്താ? ചന്തി ഖബറിന്റെ നേരാകരുത്. എന്നിട്ടോ കാബാലയത്തിൽ ചന്തിട്ട് നിരക്കാം, പ്രശ്നമല്ല. അവിടെ പ്രശ്നമല്ല. ഈ സമൂഹത്തെ ഞാൻ പറയുന്നത് ഏറ്റവും വലിയ നവോത്ഥാനത്തെ കുറിച്ചാണ് പറയുന്നത്. 1925 പോലെ 2025 നമ്മൾ ഒരു നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ്. ഈ ജീർണതയ്ക്കെതിരെ ശബ്ദിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു പ്രസ്ഥാനം കൊണ്ടുവരുന്ന കാര്യമല്ല. ഒരു പ്രസ്ഥാനം കൊണ്ടുവരുന്ന കാര്യമല്ല. എത്ര ഭീകരമായ ശിർക്കും കുഫ്റുമാണ് നമ്മുടെ സമുദായം കൊണ്ടുനടക്കുന്നത്. അതുകൊണ്ട് ഓർക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പ്രഖ്യാപിക്കാൻ പറഞ്ഞ പ്രഖ്യാപനമുണ്ട്. ഖുൽ ഇന്നമാ ദു റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദാ. പറയൂ നബിയേ, ഞാൻ എൻ്റെ റബ്ബിനോടല്ലാതെ ദുആ ചെയ്യുകയില്ല, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. ഞാൻ അവനിൽ ഒന്നിനെയും, അതായത് അല്ലാത്ത ഒരാളെ വിളിച്ച് ദുആ ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണെന്നാണ് നബിയോട് പറയാൻ പറയുന്നത്. നബിയെ, അല്ലാഹു അല്ലാത്ത ഏത് വലിയനെ വിളിച്ച് ദുആ ചെയ്താലും അത് ശിർക്കാണെന്ന് പറയൂ. ആ ശിർക്കിന് എന്നെ കിട്ടൂല, ഞാൻ ആ ശിർക്കേ ചെയ്യൂന്നാ ഖലീൽ തങ്ങൾ പറയുന്നത്. മുഹമ്മദ് നബി പറയുന്നതോ, ഞാൻ ഇബ്രാഹിം എന്നാ പേര്. ആ ഇബ്രാഹിം നബിനെ നിന്ദിക്കാൻ ഇനി ഇതിനേക്കാൾ വലിയ കഷ്ടപ്പാട് വേറുണ്ടോ? ഇബ്രാഹിം ബുഖാരി ഖലീൽ തങ്ങൾ. ഓ, ഖലീൽ എന്നൂട്ട് അള്ളാന്റെ കൂട്ടുകാരനാ, ഇത് ഇബ്ലീസിന്റെ കൂട്ടുകാരനായിട്ട് ജീവിക്കണ തന്നെ. കാരണം ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം ശിർക്ക്. ഇബ്ലീസ് അതിനവിടെ പ്രവർത്തിക്കുന്നത് രാവും പകലും ശിർക്ക് ചെയ്യിപ്പിക്കാൻ എല്ലാ മനുഷ്യരെ കൊണ്ടും. ഇത്ര വിഷമകരമായ ഘട്ടമാണല്ലേ. ഇന്നല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു ഒരിക്കലും പൊറുക്കില്ല മനുഷ്യരെ അവനിൽ പങ്കു ചേർക്കുന്നതിനെ. നിങ്ങൾ നോക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ. അപ്പൊ ജിബ്രീൽ വന്നിട്ട് ചോദിക്കണം, എന്റെ ഹെൽപ്പ് വേണോ? ശരിക്ക് ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. ഒരു മലക്കിന്റെ സഹായം ഇബ്രാഹിം നബി പറയാൻ ആവശ്യമില്ല. എന്തിനെങ്ങോട്ട് പോകുന്നു? എന്റെ വിശ്വാസം എന്താണ്? എന്റെ സ്വഭാവം എന്താണ്? ഞാൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് എന്റെ റബ്ബിനറിയാം. എന്റെ റബ്ബ് മതി എനിക്ക്. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ. എനിക്ക് എന്റെ റബ്ബ് മതി. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ 39-ാം അധ്യായം 36-ാമത്തെ വചനം. ഈ ചോദ്യം എന്താ സമസ്തക്കാർ കേൾക്കാത്തത്? അതിന് നമ്മളോട് കുതിര കയറുക ചെയ്യും. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അടിമക്ക് അല്ലാഹു പോരെ? അപ്പൊ ഇവര് പറയാ പോരാ, ഞങ്ങൾക്ക് സിഎം അടവൂര് വേണം. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം പറഞ്ഞു. കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ കേട്ടല്ലോ, കൈവന്നിച്ചേ. കോഴിക്കോട് ഒരു ബീച്ച് ഹോസ്പിറ്റലിൽ കടപ്പുറത്ത് തർക്കാറുണ്ട്. ഈ ഹോസ്പിറ്റലിൽ ഒരു കുട്ടി മരിച്ചു. ഒരു ചെറുപ്പക്കാരനായ കുട്ടി, 10 വയസ്സോ അങ്ങനെ എന്തോ. കുട്ടി മരിച്ചിട്ട് ആംബുലൻസിൽ കുട്ടിനെ കൊണ്ടുപോവാ കുട്ടിന്റെ നാട്ടിലോട്ട്. അപ്പണ്ട് സിഎം അടവൂര് ഒരു കൊടയായിട്ട്, നിങ്ങൾ ചിന്തിക്കണേ, സിഎം അടവൂര് ഒരു കൊടയായിട്ട് ആംബുലൻസ് എന്നിട്ട് ബാക്കിലെ ഡോറ് തുറന്നിട്ട് കൊട കൊണ്ട് ഈ മരിച്ചെടുക്കണ കുട്ടീനോട് എണീക്കടാ സിഎം അടവൂര്. അപ്പോഴേക്ക് എന്നെ കുട്ടി തട്ടിപ്പടിച്ച് എണീച്ച് കുട്ടിപ്പോയി. ഇതാരാ പറയുന്നത്? പകര മുഹമ്മദ് അഹ്സനി എന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ കള്ളം പറഞ്ഞ മനുഷ്യ ചരിത്രത്തിൽ അയാളെപ്പോലെ കള്ളം പറഞ്ഞ ഒരാളും ഭൂമുഖത്തുണ്ടാവില്ല. ഞാൻ വെറുതെ പറയാം, ഒരു മനുഷ്യൻ പ്രസംഗിച്ചു തുടങ്ങിയ കാലം മുതൽ ഈ 10-70 വയസ്സ് വരെ നുണ മാത്രം പ്രസംഗിച്ച, ഹംദും സലാത്തും കഴിഞ്ഞാൽ ആദ്യാക്ഷരം മുതൽ അന്ത്യാക്ഷരം വരെ കള്ളം മാത്രം പറഞ്ഞ ഒരു പുരോഹിതൻ അള്ളാഹ്ക്ക് ഇത്ര വെറുപ്പുണ്ടാകാൻ സാധ്യതയുണ്ടോ? പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് പാത്രീഭൂതരായിരുന്ന ഒരു പുരോഹിതൻ ജീവിതത്തിൽ ഒരു മിനിറ്റ് പോലും അള്ളാഹിനെ പറ്റി, നിനക്കറിയോ ചാലിയം എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം ദർസ് നടത്തുന്നത്. ഈ സാധുവായ ഞാൻ അവിടെ പോയി പ്രസംഗിച്ചിട്ട് ചോദിച്ചു ഇയാളോട്, 1 മിനിറ്റ് റബ്ബിനെ പറ്റി നിങ്ങൾ പ്രസംഗിച്ച ഒരു ക്ലിപ്പ് ഇടാമോ? അതിന് അയാൾ എനിക്ക് മറുപടി പറഞ്ഞ് കേൾക്കണ്ടേ നിങ്ങൾക്ക് സഹോദരങ്ങളെ, ഞാൻ 1 മിനിറ്റും അള്ളാഹിനെ പറ്റി പ്രസംഗിച്ചിട്ടില്ല. ബാലുശ്ശേരി പറഞ്ഞത് ശരിയാണ്, ഞാൻ റസൂലിനെ പറ്റി പ്രസംഗിച്ചിട്ടുണ്ട്, എനിക്ക് അത് മതി സ്വർഗത്ത് പോകാൻ. നോക്കണം നിങ്ങൾ, ജീവിതത്തിന്റെ ആയുസ്സിനിടയിൽ 1 മിനിറ്റ് പോലും റബ്ബിനെ പരിചയപ്പെടുത്താത്ത ഒരാൾ എങ്ങനെയാണോ പ്രബോധകനാകുന്നത്? എങ്ങനെ ദായിയാകുന്നു? ചിന്തിക്ക്.
എത്ര 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 ഭീകരമാണ് സഹോദര. എന്നിട്ട് അയാൾ പറയാണ്, ബീച്ച് ഹോസ്പിറ്റലിൽ ഈ ആംബുലൻസ് അതിന്റെ പിറകു തുറന്നിട്ട് കുട്ടീനോട് കുട്ടി എണീച്ചാട് പോയി. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് മരിച്ചൊരു കുട്ടിയെ കൊണ്ടുപോകുന്ന ആംബുലൻസ് നിർത്തിച്ച് തടുത്തു വെച്ച് ആ മരിച്ച കുട്ടിനെ ജീവിപ്പിച്ചാൽ, ഞാൻ തലച്ചോറ് വർക്ക് ചെയ്യുന്ന നിങ്ങളോട് ചോദിക്കുന്നു, ആ വാർത്ത ഹോസ്പിറ്റലിൽ എത്തുവോ? എത്തും. ആ ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററിയിൽ അത് എഴുതി വെക്കുവോ? അന്നത്തെ പത്രതാളുകളിൽ ഉണ്ടാവുമോ? നിങ്ങൾ പകരാകസനോട് ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. നിന്ന നിപ്പിൽ 2 കാലിന്റെ ഇടയിൽ കൂടെ മൂത്രമൊഴിക്കുകയാണ്. ലോകത്തായ ജനിച്ച അന്ന് കുടിച്ച വെള്ളം മുതൽ ഇന്ന് വരെയുള്ള മൂത്രം. ഒറ്റ ചോദ്യം ചോദിച്ചാൽ, ഉസ്താദേ ഈ സംഭവം ഈ ബീച്ച് ഹോസ്പിറ്റലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ടോ? അന്നത്തെ ചാനൽ വന്നിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് ഇതേ പകരം പറയുന്ന ഒരു വാചകം ഉണ്ടെന്ന്, കാന്തപുരത്തിനോട് ചോദിച്ചിട്ടല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാന്തപുരത്തിനോട് ചോദിച്ചിട്ടല്ലാതെ അല്ലാഹു തആല ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പകരാക്സനയുടെ മനസ്സിൽ കാന്തപുരത്തിന്റെ സ്ഥാനം അള്ളാന്റെ താഴെയാണോ അള്ളാന്റെ മേലെയാണോ? അള്ളാഹുവിന് ഒരു കാര്യം ചെയ്യാൻ അമേരിക്കയിൽ മഴ പെയ്യിപ്പിക്കണം. അപ്പൊ കാന്തപുര ഉസ്താദല്ലേ? അതെ, ഞാൻ അള്ളയാ. അമേരിക്കയിൽ മഴ പെയ്യിപ്പിക്കുക എന്താ? ഇതാണ് അത്രയും മതം. നന്ദി കെട്ടവർഗമേ, നന്ദി കെട്ടവർഗമേ. അള്ളാഹിനെ കുറിച്ച് നിങ്ങൾ എന്ത് കരുതി? തിരുത്തിയോ? ഇന്ന് വരെ തിരുത്തിയോ? കല്യാണ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ റസൂലുള്ളാഹിനെ അല്ലാഹൊന്നും പറഞ്ഞിട്ടില്ല. വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, നാളെയുടെ കാര്യം അറിയുന്ന ആ റസൂലായത് എന്ന് പറഞ്ഞപ്പോ മതി മതി നിർത്തിക്കള, മേലിൽ പാടരുത്. കാന്തപുരം ഇന്ന് വരെ തിരുത്തിയിട്ടില്ല. അതിന്റെ കറുത്തെന്ന് അറിയുന്നത്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, പടച്ചോനെ സാക്ഷ്യം നിർത്തി, ഞാൻ ദൈവമാണെന്ന് അയാൾ ഇടയ്ക്ക് വിചാരിക്കാറ്. പിന്നെ നിങ്ങൾക്ക് എന്ത് കേൾക്കണം? കാന്തപുരം ദൈവമാണെന്ന് അയാൾ വിശ്വസിക്കുന്നു. റസൂൽ പറഞ്ഞ എന്താ പറയുക? സ്റ്റേജിലിരുത്തി പുകയത്തിയാലും മണ്ണ് വാരിടാൻ. കാന്തപുരം എത്ര മൂല്യമാരത്തുള്ളതിൽ മണ്ണ് വാരിട്ടു. കാന്തപുരം ആസ്വദിക്കുക, നിർവൃതി അടയാ. കമറുല്ലമാന്നൊക്കെ മൂപ്പര് തന്നെ ഒന്ന് നോക്കൂ. അപ്പൊ ചിലപ്പോ മൂപ്പർക്ക് ഇബിലീസ് ഷോൾഡർ ടു ഷോൾഡർ 5000 കിലോമീറ്റർ കാണിച്ചു കൊടുക്കുന്നുണ്ടാവും. വിശ്വം നിറഞ്ഞു നിൽക്കുന്ന വിശ്വരൂപമാണ് ഞാൻ നമുക്ക് തോന്നുന്നുണ്ടാവും. സുഹൃത്തുക്കളെ, 90 അല്ല 900 വർഷം ജീവിച്ചാലും ശിർക്കിലാണെങ്കിൽ ഒരു കാര്യമില്ല. ആയുസ് നീട്ടിക്കിട്ടി എന്നതിനേക്കാൾ വലിയ ദുരന്തം. റസൂലാ പറയുന്നത്, ഒരാള് ശിർക്കിലും കുഫറിലുമാണ്, ഓനെ ഞാൻ 90 വയസ്സ് കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? ഓനെ ഞാൻ പിടിച്ച പോലെ ഒരാളെയും കേരളത്തിൽ നിന്ന് പിടിച്ചിട്ടില്ല. റസൂലാ പറയില്ല, മുത്തുനബിയാ പറയുന്നത്. ഒരുത്തന് ദീർഘായുസ് നൽകപ്പെട്ടു, ഓൻ തൗഹീദിലും നന്മയിലുമായിരിക്കണം. ഓന്റെ ജീവിതം കട്ടപ്പുകയാണ്. ഇനി എങ്ങനെ അത് തെളിച്ചു പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇന്നെ അടുത്ത കൊല്ലം വിളിച്ചാലും എനിക്ക് വിഷയമല്ല, വിളിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എന്തല്ല വിഷയമല്ല. കാരണം നാളാൻ ജീവിക്കും എനിക്കറിയില്ല. ഈ സത്യം പറഞ്ഞുകൊണ്ട് മരിച്ചു വീണ അതാണ് ഭംഗി എന്ന് വിചാരിക്കാൻ ഞാൻ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പടച്ചോനിലേക്ക് മടങ്ങണം, പടച്ച റബ്ബിലേക്ക് മടങ്ങണം, റഹ്മാനായ റബ്ബിലേക്ക് മടങ്ങിയേ പറ്റൂ. ആ അല്ലാഹനെ മാത്രം വിളിക്കുക. ഇപ്പൊ സക്കരിയ നബിയുടെ ചരിത്രം എന്തിനാണ് സൂറത്ത് മറിയം പറഞ്ഞ അധ്യായം? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? 19-ാം അധ്യായമാണ് സൂറത്ത് മറിയം. സൂറത്ത് മറിയം എപ്പോഴെങ്കിലും ഉമ്മത്തെ ആമിനത്താത്ത വായിച്ചിട്ടുണ്ടോ? സൂറത്ത് മറിയം എന്താ അതിന്റെ തുടക്കം? ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال ربي إني وهن العظم مني واستعل الرأس شيبا ولم أكن بدعائك ربي شقيا وإني خفت الموالي من ورائي. നോക്കൂ നിങ്ങൾ, എന്താ റബ്ബിനെ സക്കരിയ നബി പതുക്കെ വിളിച്ചപ്പോൾ എങ്ങനെ? കുട്ടിയില്ലാത്ത ദുഃഖം ആരോടാ പങ്കുവെക്കണത്? റബ്ബ്. നിങ്ങൾ ആരോടാ പങ്കുവെച്ച്? വേണ്ട, അബ്ദുൽ സമദ് സഖാഫി, മർക്കസ് സഖാവത്ത് സുന്നീന്റെ സന്തതി. അയാൾ പ്രസംഗിക്കുന്ന എന്താണ്? 25 കൊല്ലം ആമിനത്താത്ത രാത്രി തഹജ്ജുദ് നിസ്കരിച്ച് കുട്ടിക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹ് കൊടുത്തില്ല. അവസാനം മൊയ്തീൻ ശൈഖ് ചോദിച്ചത്രേ, ആമിനത്താത്ത കുട്ടിനെ വേണോ? ആമിനത്താത്ത മുറ്റത്ത് നിൽക്കുകയാണ്. ആമിനത്താത്തന്റെ വീട്ടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ സീമടൂർ അപ്പുറത്തോട് നടന്നു. എന്നിട്ട് സീമടൂർ ചോദിക്കുകയാണ്, കുട്ടിനെ വേണോ? നമ്മളാണ് കണ്ണടിച്ച് പൊട്ടിച്ചേളയില്ലേ, നമ്മുടെ ഭാര്യ മുറ്റത്ത് നിൽക്കുമ്പോൾ അതിലോട് പോകുന്ന ഒരുത്തം ചോദിക്കാം, എനിക്ക് കുട്ടിനെ വേണോ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ക്ഷമിക്കുക നിങ്ങൾ. എന്താണ് അതിന്റെ അവസ്ഥ? നിങ്ങൾ ചിന്തിക്കും. താടിയും തലപ്പാവും വെച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ഈ വർഗത്തെ കുറിച്ച് ആലോചിക്കുക. കഷ്ടമുണ്ട്. ഒരു കാലത്ത് മുജാഹിദ് പ്രസ്ഥാനം ഈ വേഷത്തെ വെറുത്ത് എന്തുകൊണ്ടറിയോ? ഈ വേഷത്തിട്ട് ജനങ്ങളെ പറ്റിക്കുക. അപ്പൊ ആ വേഷത്തോട് പോലും വെറുപ്പായി. വേഷത്തോട് വെറുക്കേണ്ട കാര്യമില്ല. ആ വേഷം നല്ല വേഷമാണ്, ആ വേഷം സ്വീകരിക്കുക. പക്ഷെ ആ വേഷത്തിട്ട് മനുഷ്യരോട് എന്ത് ചെയ്യുന്നു നാം? നമ്മുടെ വേഷവും വലിപ്പവും കണ്ടിട്ടാണ് ജനങ്ങൾ നമ്മളെ സാധാരണക്കാർ നമ്മളെ വിശ്വസിക്കുന്നത്. ഉസ്താദ് സത്യത്തിലേക്കാണ് നയിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്.
ഞാൻ ദയവ് ചെയ്ത് തലപ്പാവ് ധരിച്ചു നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ചെയ്യരുത്. ഇഷ്ടം പോലെ ഒരു 100 തലമുറക്ക് ജീവിക്കാനുള്ള കാന്തപുരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 100 തലമുറ. അംബാനിയും ബിൽഗേറ്റ്സ് പോലും സങ്കല്പിക്കാനാവാത്ത സ്വത്തിന്റെ ഉടമയാണ് കൂട്ടരെ ഈ കാന്തപുരം എന്ന് പറയുന്നത്. 2 സ്ഥലങ്ങൾ. ഞാൻ വെറുതെ, നിങ്ങൾ വിചാരിച്ചോ സർക്കാർ പറയും ഖജനാവ് പൈസ ഇല്ല, സത്യമായിരിക്കും. പക്ഷെ കാന്തപുരം എപ്പോഴെങ്കിലും ഖജനാവ് പൈസ ഇല്ല എന്ന് പറയും? നിങ്ങൾ എന്താ കേരളത്തിലെ ദർഗയെന്ന് പോകുന്ന പൈസ എത്രയാ? പാവപ്പെട്ടവർ ചൂഷണം ചെയ്തുണ്ടാക്കുന്ന പൈസ എത്രയാ? 1000 തലമുറ ജീവിക്കാനുള്ള മോനടക്കം ഉണ്ടാക്കി വെച്ചിട്ടാണ് നോളജ് സിറ്റിയിലേക്ക് കടക്കാൻ പോണത്. മനസ്സിലായോ? പണ്ഡിത പുരോഹിതന്മാരിൽ ഭൂരിപക്ഷവും ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നവരാണ്. ആ പണി എവിടെ? അതുകൊണ്ട് ദയവ് ചെയ്ത് അല്ലാഹുവിനെ ഓർത്ത് ഞാൻ എൻ്റെ ഉമ്മത്തിനോട് പറയാണ്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം ലാ ഖുലൂബിൻ അഖ്ഫാലുഹാ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. 40 അധ്യായം 24-ാമത്തെ വചനം. അവർ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണ്. അവരെന്താ ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? ഇനി ഞാൻ പറഞ്ഞ പോയിന്റ് പൂർത്തിയാക്കട്ടെ. സക്കറിയ നബി അള്ളാഹിനോട് പറയുന്ന, റബ്ബേ എന്റെ തലമുടി നരബാധിച്ച് കത്തി പടച്ചോനെ, എല്ലൊക്കെ ദുർബലാണ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ വാർദ്ധക്യം, പടു കിളവനാവുക എന്നൊക്കെ പറയില്ലേ, അത്രയും വലിയ വാർദ്ധക്യം. എന്നിട്ട് അദ്ദേഹം അള്ളാഹിനോട് പറയാം, റബ്ബേ എന്റെ ഭാര്യ വന്ധ്യയുമാണ്, ഇനി ഒരു കുട്ടി ഉണ്ടാവൂല റബ്ബേ. എന്നിട്ട് അദ്ദേഹം എന്താ പറയുന്നത്? നിന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ ഹതഭാഗ്യനല്ല, ഞാൻ നിരാശനല്ല, എനിക്ക് നിരാശയില്ല. എന്താ കാരണം? ബാപ്പയില്ലാതെ ഉമ്മയില്ലാതെ ആദം നബിയെ സൃഷ്ടിച്ച പടച്ചോനെ, അതുപോലെ ബാപ്പാന്റെ സാന്നിധ്യമില്ലാതെ ഈസാ നബിയെ സൃഷ്ടിച്ചിട്ടുണ്ട് പടച്ചോൻ. അതുകൊണ്ട് നാദാ, നീ കുന്നെന്ന ശബ്ദം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുന്ന റബ്ബ, എനിക്ക് കുട്ടികളെ കൊണ്ടാണ്. ഇനി ഒന്ന് കേൾക്കണേ നിങ്ങൾക്ക്. ഇത് 19-ാം അധ്യായത്തിലാണ്. ഇനി 3-ാം അധ്യായം ഈ രംഗം പറയുന്നത് എങ്ങനെ അറിയാം? അതൊരു വല്ലാത്തൊരു കറാമത്തേര് ബന്ധപ്പെടുത്തിയിട്ടാ. ഒരു മുന്തിയ ബീവി, ആ നാട്ടിൽ സക്കറിയ നബിന്റെ നാട്ടിലൊരു മുന്തിയ ബീവി, ആ ബീവിയുടെ പേര് മറിയം. ആ മറിയം ബീവിയെ കുറിച്ച് ഖുർആൻ എന്താ പറയുന്നത്? 34 സ്ഥലത്താ പറയുന്നത്. 34 സ്ഥലത്ത് പേരെടുത്ത്. ക്രിസ്ത്യാനികളെ നിങ്ങൾ ഓർക്കണം, ഖുർആനിലെ മുന്തിയ ബീവിയാണ് മറിയം ബീവി. ബൈബിളിൽ അത്ര മുന്തിയ ബീവി അല്ല. ചിന്തിക്കണം, ഞാൻ വെറുതെ പറയല്ല, തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഈ മറിയം ബീവി മിഹ്റാബില്, പള്ളിയുടെ മിഹ്റാബില്, സക്കറിയ നബി മിഹ്റാബിൽ വരുമ്പോ എന്താ കാണുന്നത് അറിയോ? വവജദഹാ ഇൻദഹാ റിസ്കാ. ആ സമയത്തൊക്കെ അവരെടുത്ത് എന്തെങ്കിലും ഒരു ഉപജീവനം, ഭക്ഷണം, ഫ്രൂട്ട്, അങ്ങനെ സീസൺ അല്ലാത്ത കാലത്തുള്ള ഫ്രൂട്ടും ഭക്ഷണവും കാര്യവും ഒക്കെ അങ്ങനെ കിട്ടുകയാണ്. അപ്പൊ സക്കറിയ നബി അത്ഭുതപ്പെടുകയാണ്, മറിയമിന് ഇങ്ങനെ ഇത് എവിടുന്ന് കിട്ടി? അപ്പം സക്കറിയ നബി ചോദിക്കുകയാണ്, ശരിക്കും നോക്ക് നിങ്ങൾ, അന്നാലകി ഹാദാ, എവിടുന്ന് കിട്ടി മറിയമേ? ഈ ചോദ്യം പോലും എന്തിനു വേണ്ടി അറിയോ? സമസ്ത ശരിയല്ല എന്ന് പഠിപ്പിക്കാനാണ്, EKAP സുന്നി ശരിയല്ലെന്ന് പഠിപ്പിക്കാനാ, മുജാഹിദ് ശരിയാണെന്ന് പഠിപ്പിക്കാനാ. മനസ്സിലാവുണ്ടോന്ന് എനിക്കറിയില്ല. എന്താ കാരണം? നോക്കൂ നിങ്ങൾ, അന്നാലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. അന്നാലകി ഹാദാ, മറിയമേ സീസൺ അല്ലാത്ത കാലത്ത് ഈ ഭക്ഷണവും പാനീയവും ഫ്രൂട്ടും നിനക്ക് എവിടുന്ന് കിട്ടി മറിയമേ? അപ്പം മറിയം പറയുകയാണ്, ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് റബ്ബ് തന്നതാണ്. സമസ്തക്കാര് പറയുന്ന ബീവിയാണ്. എന്താ പറയണ്ടേ? ഞാനാരാ മോള്, ഞാനാരാ മോള്, ഇതിന്റെ പവറാ. അങ്ങനെ എന്തിനാണ് സക്കറിയ നബി ചോദിക്കണെന്ന് അറിയോ? അതിലൊരു പൊരുളുണ്ട്. അതതിന്റെ തൊട്ടപ്പുറത്തായത്ത് വായിച്ചാൽ കിട്ടും. എന്താ? സീസൺ അല്ലാത്ത കാലത്ത് മറിയമിന് ഇങ്ങനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, വന്ധ്യയായ ഭാര്യ ആയിക്കോട്ടെ, ഞാൻ വയോവൃദ്ധനായിക്കോട്ടെ, എനിക്ക് കുട്ടിനെ കിട്ടണമല്ലോ. അതുകൊണ്ട് ചോദിക്കുന്നത് എവിടുന്ന് കിട്ടി മറിയമേ? മറിയം പറയും, നിന്റെ കഴിവല്ല, പടച്ചോൻ തന്നതാ. അപ്പൊ പിന്നെ ചോദിക്കേണ്ടത് ആരോട്? കറാമത്തുണ്ടോ? ഉണ്ട്. കറാമത്തുള്ളവരോടാണോ ചോദിക്കേണ്ടത്? കറാമത്ത് നൽകിയവനോടാണോ ചോദിക്കേണ്ടത്? നമ്മൾക്കിടയിലുള്ള ഒരു തർക്ക. ഖുർആൻ തീർപ്പ് കൽപ്പിക്കുക. ഹുനാലിക ദാ സക്കറിയ, ആയത്ത് കേട്ടോ, ഹുനാലിക ദാ സക്കറിയ റബ്ബഹു, റബ്ബിനോട് അവിടെ വെച്ച്, ആ മിഹ്റാബിൽ വെച്ച് സക്കറിയാവിനെ തേടി, പടച്ചോനെ എനിക്കൊരു കുട്ടിനെ തരണേ, നീ ദുആ കേൾക്കുന്നവനാണല്ലോ. ഇനി എന്റെ ചോദ്യം, സക്കറിയ നബി സമസ്തക്കാരനാണോ വഹാബിയാണോ? സക്കറിയ നബി സമസ്തക്കാരനാണോ വഹാബിയാണോ? ഞാൻ അവസാനിപ്പിക്കണം, എന്റെ ടൈമായി. സക്കറിയ നബി വഹാബിയാണോ സമസ്തയാണോ?
മറിയം ബീവിയുടെ കറാമത്ത് നേർക്ക് നേരെ കണ്ടാളാ. എന്നിട്ടും പടച്ചോനൊരു തേടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കറാമത്തില്ല എന്നാ? അല്ല, കറാമത്തുണ്ട്. കറാമത്തുള്ളവരോട് തേടാൻ അത് കാരണമായി കൂടാ. ഇത്ര ക്ലാരിറ്റി വരുത്തി. എവിടെ? മൂന്നാം അധ്യായം. ആ മൂന്നാം അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ലാരിറ്റി വരുത്തുകയാണ്. 38, 39. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. കറാമത്തുണ്ടെന്ന് മനസ്സിലായി. കറാമത്ത് അള്ളാഹുവിന് ഉദ്ദേശിച്ചവരോട് പ്രകടിപ്പിക്കുന്ന മനസ്സിലായി. അതിന് അള്ളാഹുവിന് മാത്രമാണ് അതിന്റെ കൺട്രോൾ. അത് ആരിലൂടെയാണോ പ്രകടമാകുന്നത് അവർക്കതിലൊരു സ്ഥാനവുമില്ലെന്ന് വ്യക്തം.